ഈ അഭയ് എന്ന് പറഞ്ഞത് സായി അഭയങ്കർ സായി അഭയങ്കർ. ഈ ബ്രോ എന്ന് പറയുന്നത് അനിരുദ്ധാണ് കേട്ടോ guys. എല്ലാരും ഹെൻറി സാർ ഹെൻറി ചേട്ടാ അതെന്താണാ പോവേ, ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ചേട്ടൻ നിനക്ക് മാത്രം ജിംഗിൾസ് ചെയ്തിട്ടില്ല സാർ, അത് തപ്പിയെടുക്കാൻ പറ്റില്ലല്ലോ പുള്ളിക്ക്. പുള്ളി പെട്ടി തുറന്ന ഒരു പുതിയ സാധനം എടുത്തോണ്ടും സാർ എന്റെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മീറ്റിങ്ങിന് ഞാന് ഒരു വെപ്പ് താടി ആലോചിച്ചാലൊന്നും എനിക്ക് അല്ല ഈ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ വരണേന് മുമ്പ് ജോൽ ജോൺസ് ചെയ്തിരുന്നത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ സെറ്റ് റെഡിയല്ലേ? സച്ചിൻ പോയാ സച്ചിൻ ആക്ച്വലി പോയി. ഹായ്, എൻ്റെ പേര് സച്ചിൻ ലാൽ. ഞാൻ ചെന്നൈയിൽ മ്യൂസിക് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ മ്യൂസിക് പോർട്ട് ബാച്ച് 6 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 years ആയി. സോ ഞങ്ങൾ സാറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഗൂഗിൾ മീറ്റ് ചെയ്യാറുണ്ട്, വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പിന്നെ കുറേ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട്. സോ ഇപ്രാവശ്യം ഞങ്ങൾ ഗൂഗിൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സ്ക്രീൻ ഗ്രാബ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ മ്യൂസിക് പോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കും പിന്നെ ഹെൻറി സാറിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളിത് സ്ക്രീൻ ഗ്രാബ് ചെയ്തത്. സോ ഇപ്രാവശ്യത്തെ സ്ക്രീൻ ഗ്രാബിൽ കൂടുതലും ഞങ്ങൾ മ്യൂസിക് പോർട്ടിൽ വരുന്നതിന് മുമ്പുള്ള വിശേഷങ്ങളും ഞങ്ങൾക്ക് വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഡിഫറൻസസ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ ഞങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ മ്യൂസിക് പോർട്ടിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് എന്തൊക്കെ ഡിഫറൻസ് നമ്മുടെ ലൈഫിലുണ്ടായി, ഇങ്ങനത്തെ കുറേ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ഒരു അടിപൊളി മീറ്റിംഗ് ആയിരുന്നു. സോ ഞാൻ മ്യൂസിക് പോർട്ട് ഫാമിലി മെമ്പേഴ്സിനെയും പിന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള മറ്റ് മ്യൂസീഷ്യൻസിനെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പേര് ഹെൻറി കുരുവിള. മ്യൂസിക് പോർട്ട് ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മീറ്റ് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. എല്ലാവരും ടെക്നോളജി റിലേറ്റഡും മ്യൂസിക് പ്രൊഡക്ഷൻ റിലേറ്റഡൊക്കെ ആയിട്ട് കുറേ ഡിസ്കഷൻസൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഗോപകുമാർ ബാച്ച് 17 ഗോപകുമാറാണ് നമ്മളിങ്ങനെ ഒരു ഐഡിയ ഇട്ടത്. എന്തുകൊണ്ട് സാർ നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പുതിയ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആസ്പയറിങ് മ്യൂസീഷ്യൻസ് ഉണ്ടല്ലോ, അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, നമ്മുടെ ഇൻഫർമേഷനൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ അവർക്കും ഹെൽപ്പ് ആവട്ടെ എന്നുള്ളൊരു കാര്യം ഗോപകുമാറാണ് ഇങ്ങനെ ഒരു സജഷൻ എടുത്തത്. താങ്ക്സ് ടു ഗോപകുമാർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ തുടങ്ങട്ടെ? ഓക്കെ. സോ എൻ്റെ പേര് സച്ചിൻ ലാൽ. ഞാൻ ബാച്ച് 6 നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലത്തെ പഴക്കമുള്ള ഒരു സ്റ്റുഡൻറ്റ് ഞാനായിരിക്കും ഈ ഗ്രൂപ്പിൽ. അതെ, സീനിയർ മോസ്റ്റ് ഇതിൽ മാത്രം, പഠനത്തിൻ്റെ ആ കൊല്ലത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ സാം CS വേണ്ടിയിട്ടാണ് മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ കമ്പോസേഴ്സിന് അങ്ങനെ ഇങ്ങനെയും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ മെയിനായിട്ട് സാം CS വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാമിൻ്റെ കൂടെ ഒരു 7 കൊല്ലം ആയി ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഇനിയിപ്പം എൻ്റെ പേര് ജോയൽ ജോൺസൺ ആണ്. ഞാൻ ബാച്ച് 13 സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ആക്ച്വലി 2018 ആ ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ ഇൻഡിപെൻഡൻറ്റ് മൂവീസ് ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു മൂവി റിലീസ്ഡ് ആയിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇയർ. അതിനുശേഷം ഇപ്പോൾ അടുത്ത മൂവി വർക്ക് കഴിഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ്സും പാരലലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. അടിപൊളി. അടുത്ത ആള്. ഹായ്, എൻ്റെ പേര് അനൂജ്. ഞാൻ ബാച്ച് 13 ആണ്. ഞാനും ജോയലൊക്കെ ഒരുമിച്ചാണ് പഠിച്ചിറങ്ങിയത്. 2018 പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഞാൻ കൂടുതൽ ഇറങ്ങിയത്. കോഴ്സ് കഴിഞ്ഞിറങ്ങിയത് മുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത്. ബാക്കി പരിപാടികൾ ഇങ്ങനെ ചെയ്ത് തുടങ്ങുന്നു. കുറേ കണ്ടിട്ടുണ്ട്, കുറേ ജിങ്കിള്
മോസ്റ്റ്ലി ജ്വല്ലറി കാര്യങ്ങളല്ലേ, പൊലിയാണ്. ഓക്കെ ഓക്കെ. അതെ അതെ. അടുത്ത ഞാൻ പറയാം. ഹായ്, ഞാൻ ജിഷ്ണു. ഞാൻ ബാച്ച് 14 സ്റ്റുഡൻ്റ് ആണ്. ഞാനിവിടെ ചെന്നൈയിൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടെ അനിരുദ്ധ് ബ്രോയ്ക്കും പിന്നെ നാട്ടിൽ ഗോപി സുന്ദർ സാറിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് അനിരുദ്ധ് ബ്രോയ്ക്ക് കുറച്ച് മൂവീസ് ഒക്കെ നമ്മുടെ വിക്രം മൂവി തൊട്ട് ഞാൻ അനിബ്രോയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഗോപി സാറിൻ്റെ ചില മലയാളം മൂവീസ്, തെലുഗു മൂവീസൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ്. ജിഷ്ണുവിന് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പയ്യെ വരാം. ഹായ്, മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് ഇപ്പം ബാച്ച് 15 ഉണ്ട്. ജിഷ്ണാഥിന്റെ ജസ്റ്റ് ജൂനിയർ ബാച്ച്. ഇപ്പോൾ ഹിഷാം ദുഹാവും ഹർഷവർദ്ധൻ അതൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 4 വർഷം അടുത്തായി പ്രൊഡ്യൂസറായിട്ട് തന്നെ. അടിപൊളി. ഇപ്പോ കറന്റ്ലി എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ അനിൽ ജോൺസിന് വേണ്ടിയിട്ട് ഒരു മലയാളം പടം വർക്ക് ചെയ്യും. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അടുത്ത ഹായ്, എൻ്റെ പേര് എബി. ഞാൻ ബാച്ച് 16 ആണ് പഠിച്ചത് സാറിൻ്റെ അവിടെ. 2019-20 ആ ബാച്ചിലാണ്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ സാം സിയസിൻ്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ സാം സിയസിൻ്റെ കൂടെ മ്യൂസിക് കമ്പോസർ സാം സിയസിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 years ആകുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പുഷ്പ 2 വർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ചിലത് സാംസിയസിന്റെ നടുന്തോണായിരിക്കണേ. ഓക്കെ ഓക്കെ. സച്ചിൻ ചേട്ടനുണ്ട്. അതെ, സച്ചിനും രണ്ട് തൂണുകളാണ് മെയിൻ. യെസ്. പിന്നെ അടുത്ത ആള് എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ ബാച്ച് 17 സ്റ്റുഡൻ്റ് ആണ്. 2020 ഒരു കൊറോണ ടൈമിലാണ് ഞാൻ അമലും എല്ലാവരും ഉണ്ടായിരുന്നു. ജിഷ്ണു എല്ലാവരും ഒരു കൊറോണ ബാച്ചാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങളിപ്പോ കൊറോണ പിടിച്ച മക്കളാണ്. കൊറോണ ബാച്ച്. അപ്പോൾ ഞാനിപ്പോൾ ഡോൺ മിനിസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത് 3 വർഷമായിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ദിബു നൈനാൻ തോമസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ 2 ARM മൂവിയിലാണ് അവസാനമായിട്ട് ലേറ്റസ്റ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ 2 പേരും ഇപ്പോൾ സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ അടിപൊളി. എല്ലാരും ആയോ? ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എല്ലാരും കഴിഞ്ഞു? ഹലോ എവരിവൺ, എൻ്റെ പേര് അമൽനാഥ്. ഞാൻ ഇവിടെ ചെന്നൈയിൽ GV പ്രകാശ് സാറിന് വേണ്ടി വർക്ക് ചെയ്യാണ്. പിന്നെ രഘുനന്ദൻ എന്ന് പറഞ്ഞ വേറെ മ്യൂസിക് ഡയറക്ടറും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെതായ കുറേ ഷോർട്ട് ഫിലിംസും വേറെ സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വർക്ക് ചെയ്ത എമർജൻസി എന്ന് പറഞ്ഞ മൂവിയാണ്. അത് റീസെൻ്റ്ലി റിലീസ് ആയിട്ടുണ്ട്. ഓക്കെ, വേറെയും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും ഹായ്. ബാച്ച് 17 അമല്. ഓക്കെ സാർ, അപ്പൊ എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് സാർ പരിപാടികൾ? അപ്പൊ സച്ചിൻ വിശേഷം പറയും. അപ്പൊ നീ മ്യൂസിക് പോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മൂമെന്റ് എന്തായിരുന്നു? അതായത് ബിഫോർ മ്യൂസിക് പോർട്ട്, ആഫ്റ്റർ മ്യൂസിക് പോർട്ട്, എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് മൂമെന്റ്സ്? ബിഫോർ മ്യൂസിക് പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും VSTസിലെ എന്താ പറയുക, റാൻഡം പാച്ചസ് എടുക്കുക, അതൊക്കെയായിരുന്നു ബിഫോർ മ്യൂസിക് പോർട്ട്. കാരണം എളുപ്പ പരിപാടികൾ നോക്കലായിരുന്നു ഫുള്ള്. എങ്ങനെയെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. കാരണം ഇനീഷ്യലി ഈ ഇതിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓക്കെ എങ്ങനെ ഇതിൽ സർവൈവ് ചെയ്യാം എന്നുള്ളൊരു സംഭവം നോക്കണമല്ലോ. സോ മ്യൂസിക് പോർട്ടിന് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഓക്കെ നമ്മുടേതായ ടോൺസ് കുറച്ച് വേണം, എന്നാലേ നമ്മുടേതായ ഒരു സൗണ്ടിങ് വരുള്ളൂ. നമ്മളെങ്ങനെ സൗണ്ട് എങ്ങനെയാ പറയാ, പാച്ചസ് ഒക്കെ നമ്മുടേതായ പാച്ചസ്, സിന്ത് പാച്ചസ്. പിന്നെ ഞാൻ ഓർക്കസ്ട്രൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ മ്യൂസിക് പോർട്ടിൽ പറഞ്ഞിട്ട് മുമ്പ് എന്നെ എല്ലാവരും അങ്ങനെ ഓർക്കസ്ട്രൽ സ്ട്രിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് ആരും വിളിക്കില്ലായിരുന്നു. സോ മ്യൂസിക് പോർട്ടിന് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സിന്തിന്റെ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ ടോൺസ് ആണെങ്കിലും ഇപ്പൊ ഓർക്കസ്ട്രൽ ലൈബ്രറീസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ് ആയി. എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചു, പ്രോപ്പർ വേ ഓഫ് ആ ഒരു ഇത് പഠിച്ചു. സോ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പം അത് കഴിഞ്ഞ് മ്യൂസിക് പോർട്ടിൽ ഇറങ്ങിയത് ഒരു കന്നഡ സിനിമയിൽ എല്ലാ പാട്ടുകളും പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരാൾ വിളിച്ചിരുന്നു ആ സമയത്ത്. സോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഏത് ഇയർ ആയിരുന്നു? നമ്മൾ കറക്റ്റ് ഓൾമോസ്റ്റ് ഒരു 10 year ആയിട്ടുണ്ട്. 2014 എങ്ങാണ്ടാണ്. അതാണ് ഞാൻ അതിന്റെ ഒരു
അതിന്റെ ആ ഒരു ഇതാ. ഞാനിപ്പോ ഒരു ഫോട്ടോ നോക്കിയത്, നമ്മുടെ പഴയ ഒരു ഫോട്ടോ നോക്കിയപ്പോ കറക്റ്റ് 10 years ago എന്ന് പറഞ്ഞ് കാണിച്ചു. ചേട്ടാ ആ കന്നഡ പടത്തിനല്ലേ ചേട്ടാ എന്തോ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ എന്തോ കിട്ടിയില്ലേ ആ പടത്തിനല്ലേ? അതിനെന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതെ 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 അതെ. മ്യൂസിക്കിനല്ല, സിനിമയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് എന്തോ കിട്ടി. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ. അല്ല അത് മ്യൂസിക് ഒരു ഭാഗമായിരിക്കുമല്ലോ. അതെ അതെ അതിൽ പക്ഷെ ഒരുപാട് നമുക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ ഇതും അവിടെ നിന്ന് ഇറങ്ങിയത് ചെയ്തപ്പോ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. പഠിച്ചതൊക്കെ ഇതാക്കാന്ന് പറയില്ലേ, അപ്ലൈ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ആ സിനിമ. എക്സാക്ട്ലി. ഞാൻ സച്ചിന്റെ മറ്റേ ആ പാട്ടിന്റെ ആ ഡെമോ ഞാൻ ഓർക്കുന്നുണ്ട്. അതെ അതെ. അയ്യോ അത് ഹാർമോണിക്ക് ഒരു രക്ഷയുണ്ടായില്ലേ, ഭയങ്കര ഹാർമോണിയൊക്കെ പാടി അടിപൊളിയായിരുന്നു. അതെ, അത് കമ്പോസേഴ്സിന്റെ അടുത്ത് പോകുമ്പോ അതൊരു ഡെമോ ആയിട്ട് എപ്പോഴും വെക്കുമായിരുന്നു ആ സമയത്ത്. അതെ അതെ അതെ. ഓക്കെ. ഇപ്പൊ എന്ത് പ്രൊജക്റ്റിലാണ്? ഇപ്പൊ ഞാൻ ആക്ച്വലി സാമിന്റെ അവിടെ നിന്ന് ചെറിയൊരു ഇതെടുത്തിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാല്യൂ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു സ്റ്റോറി ആയിട്ട് വന്നു. ഒരു 2 ഡോക്ടേഴ്സ് ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയതിനെ കുറിച്ചൊരു കഥയായിട്ട്. അപ്പൊ അതിന്റെ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മ്യൂസിക്കിന് ഫുൾ ഫ്രീഡം ഉണ്ട്. മ്യൂസിക്കിന് കുറച്ചും കൂടി നമ്മുടേതായ ഒരു കളർ അങ്ങനെ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത്. അതെ അതെ. അപ്പൊ സച്ചിന്റേതായിട്ടുള്ള കളർ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ആ ഷോർട്ട് ഫിലിം കണ്ടാൽ മതി. ഓക്കെ അല്ലേ? എക്സാക്ട്ലി. ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് പോയാലോ? അപ്പൊ ജോയലിന് ഇവിടെ മ്യൂസിക് പോർട്ട് എങ്ങനെയാണ് മ്യൂസിക് പോർട്ടിനെ കുറിച്ച് അറിഞ്ഞത്? സാർ ഞാൻ ആക്ച്വലി ഞാൻ മ്യൂസിക് പോർട്ടിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ചേതന എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ളൊരു സൗണ്ട് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഞാൻ കെസ് ഭവനിലാണ് പിയാനോ പഠിച്ചത്. നിങ്ങൾക്ക് അറിയാലോ? കെസ് ഭവൻ അറിയാം. ചേതന ഭയങ്കര സപ്പോർട്ടീവ്, ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. തോമസ് അച്ഛനെയൊക്കെ അറിയാം. അതെ. അപ്പൊ എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ആ സമയത്ത് ഞാൻ ഓൾറെഡി +2 കഴിഞ്ഞപ്പോ തന്നെ ന്യൂവെന്റോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാമിംഗ് ചെറുതായിട്ട് കീബോർഡ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നോണ്ട് പതിയെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോ അത് ചുമ്മാ നമ്മുടെ കയ്യിലുള്ള ടോൺസ് ഒക്കെ ഓൾറെഡി ഉള്ള പാച്ചസിലെ ടോൺസ് ഒക്കെ വെച്ചിട്ട് ആ സമയത്ത് ഡിവോഷൻ സോങ്സും അങ്ങനത്തെ മൂടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ക്യൂബേസ് ആണ് ന്യൂവിന്റെ ഏതാണ്ട് ചെക്കിങ്ങിന്റെ നേരത്ത് നീ പട്ടപെട്ടാന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് കീ കമാൻഡ് ഒക്കെ അടിച്ച് ഭയങ്കര ലൈറ്റ്നിങ് ഫാസ്റ്റ് ക്യൂബേസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടിരുന്നു. ജോയൽ ഓൾറെഡി ഭയങ്കര ഫാസ്റ്റ് ആണ്. കണ്ണ് കാണാൻ പറ്റാത്ത അങ്ങനത്തെ കുറച്ച് പെടപ്പ് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ എനിക്കത് സത്യം പറഞ്ഞാൽ ഞാൻ അതിലേക്കാണ് സാർ ആക്ച്വലി എത്തുന്നത്. ഞാൻ ക്യൂബേസ് ന്യൂവെന്റോയിൽ നിന്ന് ക്യൂബേസിലേക്ക് മൂവ് ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സെയിം സ്കിന്നും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ആ ക്യൂബേസ് എന്ന് പറഞ്ഞ CPU ശേഷം പിന്നെ മാക്കിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ 2 CPU വെച്ച് വർക്ക് ചെയ്യുന്ന കണ്ടീഷനായിരുന്നു. എനിക്ക് മാക്കിലേക്ക് ആ സമയത്ത് ലോജിക് എനിക്ക് തീരെ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അത് പഠിക്കാനും പ്രോസസ് ഒന്നും എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതെല്ലാവർക്കും ഒരു പുതിയൊരു ആപ്പ് കിട്ടി പുതിയൊരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അത്. പക്ഷെ അപ്പൊ ഞാൻ ആ ചേതനയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പാരലി എന്റെ ഫ്രണ്ട് സർക്കിളിന്റെ തന്നെ ഷോർട്ട് ഫിലിംസ് ഓൾറെഡി ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് സൗണ്ട് എഫക്ട്സും മ്യൂസിക് കമ്പോസിങ്ങും റെക്കോർഡിങ്ങും എല്ലാം തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ ചെയ്ത് പോകുന്ന ഒരു സമയത്താണ് ഒരു ഷോർട്ട് ഫിലിം ഭയങ്കര ബൂമിങ് ഉണ്ടാക്കിയായിരുന്നു. ആ സമയത്ത് അത് നല്ല ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ ആ ഷോർട്ട് ഫിലിമിന് ശേഷം പെട്ടെന്ന് പുറത്തേക്ക് എക്സ്പോഷർ വന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് സിനിമ ഓഫേഴ്സും അങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസും അങ്ങനെ ഞാൻ ആ നാട്ടിലുണ്ടായിരുന്ന ഒരാളിൽ നിന്ന് പുറത്തേക്ക് കോൾസും കാര്യങ്ങളെല്ലാം ഫേസ്ബുക്ക് വഴി സോഷ്യൽ മീഡിയ വഴിയൊക്കെ അങ്ങനെ അറിയപ്പെട്ട് വന്നപ്പോഴത്തേനും കുറെ വർക്ക് ലോഡ് വന്നു തുടങ്ങിയപ്പോ എനിക്കിതെല്ലാം കൂടെ ഭയങ്കര റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നി. എനിക്ക് ഇത് പോരാ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബൗണ്ടറീസും ബാരിയേഴ്സ് ഒക്കെ ഫീൽ ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യാം, നമ്മള് കീബോർഡിസ്റ്റ് അല്ലേ, അപ്പൊ നമുക്ക് ചെയ്യാം, പാട്ടൊക്കെ കേട്ട് ചെയ്യാം. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് മിക്സിംഗ് മാസ്റ്ററിംഗ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ധാരണയിലാണ് എങ്ങനെയും നാട്ടിൽ നിന്ന് പോവാന്നുള്ള പ്ലാനിലാണ് ഈ തൃശ്ശൂർ വരുന്നത്. അപ്പൊ തൃശ്ശൂർ വന്ന സമയത്ത് അവിടുത്തെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നീ മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഹെൻറി സാറിന്റെ ഒരു കോഴ്സ് ഉണ്ട്, അപ്പൊ അതിൽ പോകുന്നതാണ് നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെയും ഫൈറ്റ് ചെയ്തു. സാർ അത് വേണ്ട, ചെന്നൈയാണ് എനിക്ക് നാട്ടിൽ നിന്ന് പോകാനുള്ള മാറി നിൽക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയാണ്.
സജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് എഞ്ചിനീയർ, സജി സജി സാർ, ഏട്ടൻ എന്ന് സജി. പറഞ്ഞിട്ടുള്ള സൗണ്ട് ഓക്കെ എഞ്ചിനീയർ ഓക്കെ അവിടുത്തെ ഓക്കെ. പുള്ളിക്കാരൻ സജി സാർ. അപ്പോൾ സാറ് ഓൾറെഡി ഫസ്റ്റ് ആദ്യം വന്ന് കാണുമ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഓർത്തു വേണ്ട, ഇപ്പൊ ഇവിടുന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകാലോ. അത് കാരണം ആ സമയത്ത് എനിക്ക് ആകപ്പാടെ മലയാളത്തില് ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടുതൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുക, പിന്നെ ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കൊണ്ട് തീർന്നു, ബാക്കിയൊന്നും ചിന്തയിലില്ല. ആ കോഴ്സ് കഴിഞ്ഞ ആ കറക്റ്റ് ആ പീരീഡ്, കോഴ്സിന്റെ ഒരു വർഷം സമയം ഓൾമോസ്റ്റ് കഴിയുന്ന സമയമായപ്പോഴത്തേനും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് പാരലലി ഷോർട്ട് ഫിലിംസ് എല്ലാ ആഴ്ചയിലും ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, സൗണ്ട് എഫക്ട്സും ഡബിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും എല്ലാം പാരലലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കോഴ്സ് ഓറിയന്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തിയറീസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡിൽ മ്യൂസിക്കലി ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഫ്രം ദ സ്ക്രാച്ചിൽ നിന്ന് ഒരു സൗണ്ട് പിക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടിട്ട് തന്നെ നമുക്ക് ജഡ്ജ്മെന്റ് വേണം, അവിടുന്ന് തന്നെ നോളജ് ഉണ്ടാവണം, ഗെയിൻ വേണം. പിന്നെ എനിക്ക് ജോണറിൽ ഭയങ്കര സ്റ്റക്കായിരുന്നു. അപ്പൊ അത് എനിക്ക് ഇതെല്ലാം ഒന്ന് ബൗണ്ടറീസ് എല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ട്. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല. അവിടുത്തെ സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽ സെഷൻ ഒരു വർഷം കൂടെ അവിടെ നിൽക്കണമായിരുന്നു ഇന്റേൺ ആയിട്ട്. പിന്നെ ആ സൗണ്ട് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പർ ആയിട്ട് സൗണ്ട് ഓറിയന്റഡ് ആണ്. സൗണ്ട് എഫക്ട്സ്, ഫോളി, ഫൈനൽ മിക്സ്, പ്യുവർ സൗണ്ട് ഓറിയന്റഡ് ആണ്. അപ്പൊ അതിലേക്ക് ഇന്റേൺ എടുത്ത് നമ്മൾ അവരുടെ ബോംബെയിലും അവിടെ എവിടെയൊക്കെ പോയി അവരുടെ കൂട്ടത്തിൽ ഇന്റേൺ ചെയ്ത് ആ ഒരു മൂഡിലേക്ക് മാറണം. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി മ്യൂസിക്കലാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നത് കൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. കോഴ്സ് ഇന്റേൺ പ്രൊജക്ട് ചെയ്തിരുന്നതിന് മുമ്പേ സാറിനെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ സാറിനെ കോൺടാക്ട് ചെയ്ത് പിന്നെ സാറിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴും ഞാൻ ഈ 2 CPU ആയിട്ടാണ് ചെന്നൈയിലേക്ക് ആദ്യം വരുന്നത്. അനുജനൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. ക്യൂബേസിന് വേണ്ടിയിട്ട് ഒരു CPU, ഈ ആപ്പിളിന്റെ ഒരു CPU ആയിട്ട് 2 CPU ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ ശേഷം സാർ ആ ഒരു ലോജിക്കിന്റെ ഒരു ക്ലാസ് നടത്തി, ഒരു ദിവസത്തെ ഒരു ക്ലാസ്, നല്ല ഓർമ്മയുണ്ട്. ആ ഒറ്റ ദിവസത്തെ ക്ലാസ്സിന് സ്റ്റാർട്ട് ടു എൻഡ് കീ ഷോർട്ട് കട്ട്സും എല്ലാം കാണിച്ചു തന്നു. ഇതാണ് പരിപാടികൾ എന്നുള്ള മൊത്തം കാണിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് അത് മൊത്തം ക്രാക്കായി. പിറ്റേ ദിവസം തൊട്ടിട്ട് ഞാൻ ലോജിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ എനിക്ക് ക്യൂബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാരിയർ ഉണ്ടായില്ല. പിന്നെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണ്, എല്ലാ ഡോയിലും എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബാരിയറെ മാറി. പിന്നെ അത് ഇന്ന ഡോ എന്നുള്ളൊരു പോയിന്റ് എന്റെ തലയിലില്ല. അപ്പൊ അത് തന്നെ വലിയൊരു വണ്ടറിലാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്നത് ആക്ച്വലി. അപ്പോ അങ്ങനെയാണ് മ്യൂസിക് പോർട്ടിന്റെ ഒരു ജേണി എനിക്ക് ആക്ച്വലി സാർ. അത് ഓരോ വണ്ടേഴ്സ് ആണ്, തുടക്കം തൊട്ടിട്ടേ വണ്ടേഴ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാന് ഇപ്പൊ 4 DW കവർ ചെയ്യുന്നുണ്ട്. ലോജിക്, പിന്നെ ക്യൂബേസ്, ആബിൾട്ടൺ, പ്രോടൂൾസ്. അപ്പോ എല്ലാ ഈ 4 DW മെയിൻ സ്ട്രീം ആണല്ലോ ആക്ച്വലി. അപ്പോ ഇതിന്റെയൊക്കെ യൂണീക് ഫീച്ചേഴ്സ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഇന്ന കാര്യത്തിന് ആബിൾട്ടൺ ആണോ നല്ലത്. ചില പ്രോസസ്സിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. അതില് മറ്റേ സ്റ്റാക്ക് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഗ്രൂപ്പ് ചെയ്യണതും ആ ഒരു മൾട്ടി ബാൻഡ് ഡൈനാമിക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ഭയങ്കര എന്റെ ഫേവറേറ്റ് ആണ് അതില് ആപ്പിൾട്ടണില്. പിന്നെ സ്റ്റുഡിയോ 1 അത് വേറെ ഇതുപോലൊക്കെ തന്നെ ഭയങ്കര ക്വാളിറ്റിയാണ്. അതൊരു ടെസ്റ്റ് റൺ ആയിരുന്നു സ്റ്റുഡിയോ 1. പിന്നെ ഞാൻ നോക്കിയപ്പോ ഈ 4 സ്റ്റാൻഡേർഡൈസ് ചെയ്യാന്ന് വെച്ചു. അല്ല സാറിന്റെ ബേസിക് കോഴ്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ഡോയും ക്രാക്ക് ചെയ്യാനോ DC ആണെന്നാണ് ഫീൽ ചെയ്ത്. അതൊരു വലിയ നേട്ടമാണ് സാർ. പ്രൈമറി പ്ലാറ്റ്ഫോം ലോജിക് തന്നെയാണ്. എന്നാലും ബാക്കിയുള്ളതൊക്കെ നമ്മളൊരു 3 to 4 days ക്ലാസ്സുകളാണ് ബാക്കിയുള്ളതൊക്കെ. പിന്നെ പ്രോ ടൂൾസിൽ നമ്മൾ സറൗണ്ട് സൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോഴും ക്ലാസ് സെഷൻസ് എങ്ങനെയാണ് സാർ? അത് വീക്കിലി തന്നെയാണോ? ലൈക്ക് വീക്കിലി 2 ക്ലാസ് ആണ്. അപ്പൊ അത് കുറെ ഹോംവർക്ക് ഉണ്ടല്ലോ, ഒരുപാട് അസൈൻമെന്റ്സും എക്സ്പെരിമെന്റ്സ് ചെയ്യാനുണ്ടല്ലോ. അപ്പോ നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം 13 to 14 hours ഒക്കെ ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാലും എത്തൂല, കവർ ആവില്ല. അപ്പോ അത് ഈ ഗ്യാപ്പ് ഇട്ടാലാണ് പിള്ളേർക്ക് അത് കവർ ചെയ്ത് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്നത്. മനസ്സിലായി. ഇപ്പൊ എന്ത് പ്രൊജക്റ്റിലായിരുന്നു ജോയില്? സാർ ഞാനിപ്പോ മൈത്രി എന്നൊരു തമിഴ് മൂവി, ഒരു ഇൻഡിപെൻഡന്റ് മൂവിയാണ്. അതിന്റെ പ്രൊജക്ട് ഓൾമോസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മിക്സിന് വേണ്ടിയിട്ട് ഇപ്പൊ റെഡി ആയത് കംപ്ലീറ്റ് ആയി. ഇപ്പൊ അഡ്വർടൈസ്മെന്റ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാരലലി ഞാൻ ഇൻഡിപെൻഡന്റ് കുറച്ച് സോങ്സ് ലേബൽസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പ്ലാനില് കമ്പോസിഷൻസിന്റെ പരിപാടിയിലാണ്. അപ്പൊ അതിന്റെ ഹോംവർക്ക് നടക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തുള്ളിലേക്ക് പോയല്ലോ. അനുജേ. ഓ സാറേ,
നമസ്കാരം. അനുജിന്റെ വോയിസ് ഒരു 1.5 വോയിസാണ്. അടിപൊളി പാട്ടുകാരനാണ് അനുജ്. വയ്യ 7.1 7.1 അതന്നെ. പിന്നെ ജിങ്കിൾ എക്സ്പേർട്ട്, ജിങ്കിൾ കിങ്. അതെ. പിന്നെ പറയൂ, വിശേഷം പറയും. അപ്പോ മ്യൂസിക് പോർട്ടിൽ നിനക്ക് എന്തായിരുന്നു മെയിൻ ആയിട്ട് ഒരു അച്ചീവ്മെന്റ് എന്ന് പറയാൻ മാതിരി എന്താണ് മെയിൻ ആയിട്ട് സംഭവിച്ചത്? മ്യൂസിക് പോർട്ട് മുതലാണ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയിട്ടുള്ളത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഞാൻ 1-2 കവേഴ്സ് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊന്നും പാടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നമ്മുടെ പാട്ടാണ് നമ്മുടെ ബേസിക് കർണാട്ടിക് മ്യൂസിക്കാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അക്ഷയ്ജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളീന്റെ അടുത്തൊക്കെയാണ് പ്രോഗ്രാം ചെയ്യാൻ കൊടുക്കാറ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അവൈലബിൾ ആവാത്തൊരു സമയം വന്നപ്പം എനിക്ക് ചെറുതായിട്ട് അറിയാം. നമ്മുടെ ആന്റണി എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ആന്റണി സ്റ്റീഫൻ. അപ്പം ആന്റണിയെ വേവ്റൂം ആന്റണിയാണ് എന്നെ വേറൊരു എല്ലാരും അറിവിന് വേണ്ടിയിട്ടാണ്. ആന്റണി ഒരു വേറെ പുലിയാണ്, ടെക് പുലിയാണ് പുള്ളി. സ്റ്റുഡിയോ ഡിസൈൻ, പിന്നെ കമ്പ്യൂട്ടർ, ഈ സ്റ്റുഡിയോ ഓഡിയോ ഡീലറാണ്. എല്ലാത്തിനും പുള്ളിനെ അപ്രോച്ച് ചെയ്താൽ മതി. അടിപൊളിയാണ്. അതെ, മാക് സിസ്റ്റം ഫോർ ഓഡിയോ ഡീലറാണ്. എന്തിനും പുള്ളിക്ക് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അനുജ് വഴി ആന്റണിയുടെ നമ്പർ കിട്ടും. ഓക്കെ, യെസ്. ആന്റണി ഇല്ലാത്ത ജീവിതം ആലോചിക്കാൻ വയ്യപ്പോ. അതെ, ഒഫീഷ്യലി മ്യൂസിക് ബോർഡിന്റെ ടെക് സപ്പോർട്ട് ആണ് ആന്റണി. എല്ലാ സിസ്റ്റവും ആന്റണി തന്നെയാണ് ചെയ്യുന്നത്. അതെ. എന്തെങ്കിലും ഒരു പ്രശ്നം വരും, ആ പ്രശ്നം വരുമ്പോ തന്നെ ആന്റണീനെ അതായത് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആദ്യം ആന്റണീനെ കൈ കിട്ടും എന്നുള്ളത് ഭയങ്കര അവൈലബിൾ ആണ് പുള്ളി. അപ്പൊ ആന്റണിയാണ് തിരിച്ചു വിളിക്കും, റെസ്പോണ്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ. അതാ ഞാൻ ആദ്യം സിസ്റ്റം ബിൽഡ് ചെയ്തത് ഏതോ ഇൻസ്പിറോൺ 14 അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഡെല്ലിന്റെ ഒരു മാക് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ജീവാത്മാവ് എടുത്ത് കളഞ്ഞിട്ട് അത്രയ്ക്കും അത് യൂസ് ചെയ്തിട്ടുണ്ട്, ക്യൂബേസ് എന്തോ വെച്ചിട്ട്. അപ്പം അതിൽ ആന്റണി ഇതൊക്കെ ചെയ്തിട്ട് ഹാക്കിൻഡോഷ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ആദ്യത്തെ പ്രോഗ്രാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഇതെല്ലാം പരിപാടി വേറെ ആണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയത്. ആന്റണീനെ നീയാണ് മുട്ടിച്ചെന്ന്, അനുജാണ് മുട്ടിച്ചത്. അതെ, അഞ്ചു വഴിയാണ് കോൺടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അനുജും ദീപക് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ബാച്ചിലുള്ള മേറ്റ് രണ്ടുപേരുടെയും സിസ്റ്റം അവർ ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് ആന്റണിയായിട്ട് സാർ കണക്ട് ആവുന്നത്. അതെ. എനിക്ക് അവിടുന്ന് സാറിന്റെ അവിടുന്ന് ഒന്നാമത് ഞാൻ പിയാനിസ്റ്റ് അല്ല, ഞാൻ പിയാനോ പഠിച്ചിട്ടുമില്ല മുന്നേ. അപ്പൊ അതുകൊണ്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അത് ഭയങ്കര സ്ട്രഗിള്. അതെ, നിങ്ങളുടെ സമയത്ത് പ്രിപ്പറേഷൻ പീരീഡ് ഉണ്ടായിരുന്നോ? 3 months 3 to 4 ഉണ്ടായിരുന്നു. അതെ, അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്തില്ലേ കുറെ? അത് ഹെൽപ്പ് ചെയ്തു. പക്ഷെ ഞാൻ ബേസിക്കലി ഒരു പിയാനിസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ 3 മാസത്തിൽ പഠിക്കാനുള്ളത് മാക്സിമം പഠിച്ചു. പക്ഷെ സ്റ്റിൽ അപ്പം സാറിപ്പോ ഒരു കോഡ് പറയുമ്പോ അത് പ്രോസസ് ചെയ്യാൻ ബാക്കിയുള്ളവർ ജോയലൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അവനെ ഓൾറെഡി ക്യാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമ്പം അത് മുന്നേ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, കുറച്ചും കൂടെ കോഡ്സ് ഒക്കെ അറിയുമെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിരുന്നു. പിന്നെ അതിലും കൂടുതൽ എനിക്ക് സാറിൻ്റെ അവിടെ നിന്ന് കിട്ടിയ വലിയൊരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഒരുപാട് കുറേ കോണ്ടാക്ട്, കുറേ ഒംനിസ്ഫിയർ ഉണ്ട്, കുറേ സിന്ത് സാധനങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിലല്ല കാര്യം. നമ്മുടെ കയ്യിലുള്ള വളരെ ചെറിയൊരു ടൂളാണെങ്കിൽ പോലും അതിന്ന് മാജിക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അത് ഭയങ്കര, അതെല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഭയങ്കര ഇൻസൈറ്റ് ആയിട്ട്. കാരണം ES1 സിന്തൊക്കെ യൂസ് ചെയ്തിട്ട് മഴസുള്ളി ട്രെയിൻ അങ്ങനത്തെ ഒരുപാട് സാധനം ഭയങ്കര ഫൺ സാധനങ്ങൾ ചെയ്തിട്ട് ലോജിക്കിന്റെ സ്റ്റോക്ക് സാധനങ്ങൾ മാത്രം മതി സത്യം പറഞ്ഞത് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ. എക്സെപ്റ്റ് ഇപ്പോൾ നമുക്ക് വല്ല ഓർക്കസ്ട്രൽ സ്ട്രിങ്സ് അറേഞ്ചിങ് അല്ലെങ്കിൽ ബ്രാസ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ടോണൊക്കെ വേണമെങ്കിൽ മേ ബി യു നീഡ് ടു ഡിപ്പെൻഡ് ഓൺ കോണ്ടാക്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സിങ്ങിന്റെ കാര്യമാവട്ടെ അത്യാവശ്യം എല്ലാ പ്ലഗിൻസും ഉണ്ട്. പിന്നെ നമുക്ക് കുറേ കൂടി ഫാൻസി ആവാം കുറെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ. പിന്നെ കണ്ടന്റിലാണല്ലോ കാര്യം, മ്യൂസിക് കണ്ടന്റിലാണല്ലോ മെയിൻ കാര്യം. സത്യം. അത് പിന്നെ നമ്മള്
ഓഡിയോ ഇൻ്റർഫേസും കീബോർഡിലൊക്കെ കുറേ എക്സ്ട്രാ നമുക്ക് ഗുണങ്ങൾ കിട്ടും. നമുക്ക് പ്രൊഡക്ഷൻ ഫാസ്റ്റ് ആക്കാം, ക്വാളിറ്റി എക്സ്ട്രാ ഓർഡിനറി ആവാം. പക്ഷേ ഇനീഷ്യൽ ആ മ്യൂസിക് കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം നല്ലതല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഇൻഫ്രാസ്ട്രക്ചർ പറയാറുണ്ട് സോഴ്സ് വളരെ അടിപൊളി ആവണം എന്നുള്ളത്, ഏറ്റവും അടിപൊളി ആവണം എന്ന് സാറ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കേസാണ്. പിന്നെ അതിലുപരി നമ്മുടെ ലൈഫിനെ നോക്കിക്കാണുന്ന പല ആംഗിൾസും അവിടുന്ന് മാറ്റാൻ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാർ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കേസായിരുന്നു നമുക്ക് എപ്പോഴും 2 പാത്ത് വേണം എന്നുള്ളത്. അതൊക്കെ എപ്പോഴും അത് എപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ മണി മേക്കിംഗ് ആയിട്ട് അതെ ഒരു പാത്തും വേണം, അതേപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാനുള്ള പാത്തും അതേപോലെ കണ്ടുപിടിക്കണം. നിങ്ങളുടേതായ സാധനങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഒരു യുണീക് സിഗ്നേച്ചർ അത് വേണം. അതെ അതെപ്പോഴും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ലൈഫ് സ്കിൽസ് ആക്ച്വലി അതൊരു വലിയ ടോപ്പിക് തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും. കുറച്ചായിട്ട് പറഞ്ഞാൽ മതി എല്ലാവരും. ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞു, കുഴപ്പമില്ല. നമ്മൾ യൂഷ്വലി പറയുന്നതാണ്, പക്ഷെ ഇതിപ്പോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ ഇത് ശരി നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണല്ലോ സാർ. അതാണ് സത്യം. അല്ല, എന്റെ പേടി ഇത്ര പേരെങ്കിലും ആരെങ്കിലും കണ്ട് ഇത് കാണുമെന്നുള്ളതാണ്. ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നുള്ള ഞാൻ അല്ലെങ്കിൽ നമ്മള് ചുമ്മാ നമ്മുടെ ഒരു സന്തോഷം നമ്മള് ചുമ്മാ ഡിസ്കസ് ചെയ്യുള്ളൂ. അതെ, കണ്ടാലില്ലെങ്കിലും നമ്മളിപ്പോ ഇതൊരു കോമൺ ഒരു ഡിസ്കഷൻ ആയിട്ട് എടുത്താൽ മതി. നമ്മളിപ്പോ എല്ലാവരും എന്തായാലും കാണും, ഫോർ ഷുവർ എന്തായാലും കാണും. അതെ, വലിയ ഫാമിലി ആയി. അതെ, ഇങ്ങനെ കൂടിയിട്ട് തന്നെ ഒരു 2 മാസമായി തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ കൂടിയിട്ട്. ഞാനും കുറച്ച് തിരക്കായിരുന്നു ഇവിടെ. അതെ, ഓക്കെ. അടുത്ത ആളാരെയാണ് അവിടെ നിന്ന് കിട്ടിയത്? അല്ല, അഞ്ജുന്റെ സത്യം പറഞ്ഞാൽ ആരുടെയും കഴിഞ്ഞിട്ടൊന്നുമില്ല, ബ്രീഫ് ചെയ്ത് പറയാനേ ഉള്ളൂ. അല്ല, അനുജ് പറഞ്ഞു കഴിഞ്ഞിരുന്നു അതോ? ഇല്ല സാർ, അത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് അങ്ങ് കിടക്കല്ലേ. ഒരുപാടുണ്ട് പറഞ്ഞു തുടങ്ങിയ. ഞാനും ബിഗിനിങ് എത്തിയേ ഉള്ളൂ. എല്ലാരും പറഞ്ഞു കേട്ടിട്ട് നമുക്ക് പതിയെ കോമൺ ആയിട്ടുള്ളത് സംസാരിക്കാൻ തോന്നുന്നു. അതെ. ഓക്കെ, അപ്പൊ ബാച്ച് 14 ഞാനാണ്. ജിഷ്ണു പറയൂ. അപ്പൊ ജിഷ്ണുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ആദ്യം പറയാം. ജിഷ്ണുവിന് ഇന്റർവ്യൂ എടുത്തപ്പോ തന്നെ ഞാൻ കിടുങ്ങിപ്പോയി സത്യം പറഞ്ഞ. ജിഷ്ണു കുറച്ചും കൂടി സെന്ററിലോട്ട് ഇരുന്നു. അതായത് ഞാൻ ജിഷ്ണുവിനെ ഫോൺ വിളിച്ച്, അന്ന് ഫോൺ ഇന്റർവ്യൂ ആണല്ലോ. അപ്പോ ഞാൻ ഈ അഡ്മിഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ പിച്ച് സെൻസ് ഉണ്ടോ, ടൈമിംഗ് സെൻസ് ഉണ്ടോ, പാടാനുള്ള എബിലിറ്റി ഉണ്ടോ, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടോ നോക്കും. കോഡ്സ് കേട്ടാൽ മനസ്സിലാവോ, ഇന്റർവൽസ് കേട്ടാൽ മനസ്സിലാവോ, മെലഡി എങ്ങനെയാണ് സെൻസ് ചെയ്യണതെന്നൊക്കെ നോക്കും. ഇത് ബേസിക് ടെസ്റ്റാണ്. അപ്പം ഞാൻ ജിഷ്ണുവിനെ വിളിച്ചപ്പോൾ ആദ്യം ഒരു നോട്ടൊക്കെ പാടി, അവള് അങ്ങനെ പാടി, രണ്ടാമത്തെ നോട്ട് അത് പാടി. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, അപ്പോൾ ഓക്കെ ഇവന് അറിയാലോ കുറച്ചൊക്കെ. പിന്നെ കുറേ ഇൻ്റർവ്യൂവിൽ അപ്പോൾ പുള്ളി സരിഗമ കർണാട്ടിക് എക്സ്പേർട്ടാണല്ലോ. ഫാദർ നല്ലൊരു ഇതാണ്. അതെ. അത് കഴിഞ്ഞ് ഞാൻ കോഡ്സ് ചോദിക്കാൻ തുടങ്ങി. കോഡ്സ് ചോദിച്ചപ്പോൾ പുള്ളി പടപടാന്ന് എല്ലാ കോഡ്സും പറയണേ. അപ്പം ഞാൻ വിചാരിച്ചത് ഇവനായിരിക്കും ബെസ്റ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കിടുങ്ങിപ്പോയി ജിഷ്ണുവിൻ്റെ ഇൻ്റർവ്യൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഷാർപ്പസ്റ്റായിട്ട് ഇൻ്റർവ്യൂവിൽ ആൻസർ ചെയ്താണ് ജിഷ്ണു എന്ന് തോന്നുന്നു സോ ഫാർ മ്യൂസിക് പോട്ട് ഹിസ്റ്ററിയിൽ. ഇപ്പൊ ബാച്ച് 26 ആണ്, ബാച്ച് 26 റണ്ണിങ്. ഇതുവരെയുള്ള ഇതിൽ ഏറ്റവും അഡ്മിഷന്റെ കാര്യത്തിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത ആള് ജിഷ്ണുവാണ്. പിന്നെ ജിഷ്ണു കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ സൂപ്പർവൈസറായിട്ട് കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ ബാച്ച് 15, 16, 17, 18 അല്ലേ? 4 ബാച്ചിന് ജിഷ്ണു ഗൈഡ് ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് ജിഷ്ണുവിന്റെ കൂടെ അമലും പലരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഹെൽപ്പ് ചെയ്തു ജിഷ്ണുവിന്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു സാറിന്റെ കൂടെ. ഏറ്റവും കൂടുതൽ സാറിന്റെ സെഷന്റെ തൊട്ടടുത്ത് വന്നിരുന്ന് സാറ് ചെയ്യുന്നത് കണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതെ. പിന്നെ എനിക്ക് കിട്ടുന്ന കുറെ വർക്കുകളിൽ ജിഷ്ണുവിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ജിഷ്ണുവിന്റെ ഔട്ട്പുട്ട്സ് ഒക്കെ കിട്ടുമ്പോ. പിന്നെ ഇനി ബാക്കി ജിഷ്ണു പറയും.
മ്യൂസിക് ബോർഡിൽ കുറച്ച് വിശേഷം പറ. നിനക്ക് വരുന്ന തലയിൽ വരുന്ന വിശേഷം റാൻഡമായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. അല്ല, ഞാനിപ്പോ ആക്ച്വലി ഒരു സിസ്റ്റം അല്ല, സ്വന്തമായിട്ട് ഈ മ്യൂസിക് പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും ഈ ലോജിക് പ്രോ ഒക്കെ. അത് കൂട്ടുകാരൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ലോജിക് പ്രോയില് ഈ സംഭവം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു സ്റ്റുഡിയോയില് ഇതുപോലെ പാടാൻ ചെന്നപ്പോ അവിടെ സ്റ്റുഡിയോയില് വർക്ക് ചെയ്തിരുന്ന ആള് ചെയ്യുന്ന കണ്ടു. അത് ആക്ച്വലി അദ്ദേഹത്തിന്റെ മകൻ അതിനുശേഷം സാറിന് അടുത്ത് പഠിക്കാൻ വന്നു. ശരത്തിന്റെ അച്ഛന്റെ കാര്യമാണ്. അപ്പോ ശൈലേഷ് സാർ, അപ്പൊ ശൈലേഷ് സാറൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഇത് ആക്ച്വലി ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതില് ഞാൻ ആക്ച്വലി സിസ്റ്റം സ്വന്തമായിട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് എന്റെ ഒരു അച്ഛന്റെ ഒരു ഫ്രണ്ട് മുകേഷ് എന്ന് പറഞ്ഞ ചേട്ടന്റെ അടുത്ത് പോയപ്പോ മുകേഷ് ചേട്ടനാണ് എന്റെ സാറിന് സ്റ്റുഡന്റ് ആണ്. അതെ, മുകേഷ് SA-യിലെ എന്റെ പഴയൊരു സ്റ്റുഡന്റ് ആണ്. പുള്ളി SA-യിലെ ബാച്ച് 15 ആണെന്ന് തോന്നുന്നു. അതെ അതെ, നാട്ടിലാണ്. ഓക്കെ, നാട്ടിലുണ്ട് മുകേഷ്. അയ്യോ, അത് പുള്ളി ഒരു എക്സ്ട്രാ ഓർഡിനറി പുലിയാണ്, ഒന്നും പറയണ്ട. ഞങ്ങൾ SA-യിൽ വെച്ച് എന്തോരം റെക്കോർഡിങ്ങുകളൊക്കെ ചെയ്യാറുണ്ടെന്ന് അറിയോ. നല്ല പാട്ട്, ഗിറ്റാറിസ്റ്റാണ്, തബലിസ്റ്റാണ്, പെർക്കഷൻ്റെ രാജാവാണ് പുള്ളി. പിന്നെ പുള്ളി കുറേ ചാനലിലൊക്കെ മെയിൻ സീനിയറായിട്ടൊക്കെ ഇരുന്നു. ഷാലോമിലുണ്ടായിരുന്നു, CTV-യിലുണ്ടായിരുന്നു, മനോരമയിലുണ്ടായിരുന്നു, അങ്ങനെ പല ചാനലിലുണ്ടായിരുന്നു തോന്നുന്നു. പുള്ളിക്ക് വീട്ടിൽ കൊണ്ട് കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. സീനിയർ മോസ്റ്റ് എന്നെക്കാളും എനിക്ക് ചിലപ്പോൾ ഒരു സിമിലർ ഏജ് ആണെന്ന് തോന്നുന്നു. പുള്ളി ചിലപ്പോൾ 1 വയസ്സോ 2 വയസ്സോ താഴെ ആയിരിക്കും ചിലപ്പോൾ. സാർ, അപ്പോ മുകേഷ് ചേട്ടനാണ് ഇങ്ങനെ എൻട്രി കുരുള എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലെ ഒരു സാറുണ്ട്. സാർ എ ആർ റഹ്മാൻ സാറിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ പറയണ പോലെ കുറച്ച് പാട്ടൊക്കെ എടുത്തിട്ട് എന്റെ ക്രെഡിറ്റ്സിലൊക്കെ നോക്കി. അപ്പൊ ഞാൻ കണ്ടു എൻട്രി കുരുള എന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റ്സിൽ കണ്ടിട്ടുണ്ട് സാറിന്റെ അഡീഷണൽ സ്ട്രിങ് അറേഞ്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി എനിക്ക് ഭയങ്കര എന്താ ആ സമയത്ത് ഞാൻ ഇതുപോലെ മുകേഷ് ചേട്ടൻ നമ്പർ ഒന്ന് സാറിനെ വിളിച്ചപ്പോ സാറ് നാട്ടിലേക്ക് വരുന്നു. ഞാൻ എറണാകുളത്താണ്. അപ്പൊ സാറ് ഇതേപോലെ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. സാറ് എടപ്പള്ളി ലുലുവിലൊക്കെ എന്തോ വരുന്നുണ്ട്. ആക്ച്വലി എന്റെ വീട്ടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അപ്പൊ ഏട്ട് നമ്മൾ ആ കണ്ടെയ്നർ റോട്ടിൽ വെച്ചിട്ട് സാറ് ഇതുപോലെ പറഞ്ഞ് ഞാൻ സാറിന്റെ കാറിൽ കയറി ഒരു ബേസിക് ആയിട്ട് സാർ എന്നോട് സംസാരിച്ചു. ഓക്കെ. അപ്പോ അങ്ങനെ സാറായിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് സാർ ഇതുപോലെ 2 ദിവസം സാവകാശം വേണം, സാറ് ചെന്നൈയിൽ എത്തിയിട്ട് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തപ്പോ ആക്ച്വലി എനിക്ക് വലിയ പ്രശ്നമില്ല. സാർ ഇതുപോലെ ഓരോ നോട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇല്ല. കർണാട്ടിക്കിന് ബേസ് ഇതുള്ളത് കൊണ്ടാണ്. അങ്ങനെയല്ല പറയുന്നത്, ഇത് നിസ്സാരം എന്നല്ല. അതായത് അത് കർണാട്ടിക് ഇത് ഞാനിത് ട്രെയിൻ ചെയ്തൊന്നും അല്ല. ഇത് പണ്ട് തൊട്ടേ അച്ഛൻ ഇത് അവരെന്തു പാടുന്നു അത് നമ്മൾ തിരിച്ചു പാടുക എന്നുള്ളൊരു സാധനമാണ്. അത് ഒരുവിധം എല്ലാ കർണാട്ടിക് മ്യൂസീഷ്യൻസിനും കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ചെറുപ്പം തൊട്ടാകുമ്പോൾ സാറപ്പൊ ആക്ച്വലി ഇത് ജിഷ്ണു നിങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഇതാണോ. അപ്പൊ ആ സമയത്ത് വരെ ട്രയാഡ്സ് കോഡ്സ് വരെ അറിയുള്ളൂ. അത് ഒരു മേജർ മൈനർ ഒക്കെ വെച്ചിട്ട് എനിക്ക് മേജർ മൈനർ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. അതിനുശേഷം സാറ് ഈ ഓഗ്മെന്റഡ് ഡിമിനിഷ്ഡ് അതൊക്കെ പഠിക്കാൻ ആ ഒരു 3 months പ്രീ കോഴ്സ് പ്രിപ്പറേഷൻ ടൈമിൽ അതൊക്കെ പഠിക്കാൻ പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇതിനകത്ത് എത്രത്തോളം കുറച്ച് ട്വിസ്റ്റ് ഇത്തിരി ടഫൊക്കെ വരുന്ന ഒരു ഫീല്. അതിന് ഞാൻ സെപ്പറേറ്റ് സാറ് പറഞ്ഞത് ഇയർ ട്രെയിനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അതൊക്കെ ട്രെയിൻ ചെയ്ത് അതൊക്കെ ഇതേപോലെ സാറ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അത് സാറ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയില്ല, അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് പോകരുത്, ഞാൻ എൻ്റെ ഒരു ലെവൽ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് അങ്ങനെ ആയിരുന്നു അതിനൊരു തുടക്കം. പക്ഷെ അതിനുശേഷം സാറ് ജോജോയുടെ നമ്പർ എന്തോ തന്നു. അപ്പോൾ ഇതേപോലെ പിള്ളേരെ വിളിച്ച് ചോദിച്ചു നോക്കൂ. ജോയൽ ജോൺസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കും. അപ്പൊ ജോയൽ ജോൺസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ പേര് ഫെമിലിയർ ആണ്. ഞാൻ ജോജോയുടെ ഷോർട്ട് ഫിലിം മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും എനിക്ക് കൂടുതൽ സന്തോഷമാവുക ചെയ്തേ. ജോജോ ആണ് എനിക്ക് ആർട്ടൂറിയ കീബോർഡൊക്കെ എടുത്തു. ജോജോയുടെ ആദ്യ കീബോർഡാണ്. അപ്പോൾ ആർട്ടൂറിയ കീബോർഡൊക്കെ ഞാൻ എടുത്തു. ജോജോയുടെ പാട്ടുകൾ എനിക്ക് അന്നും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് ജോജോയോട് നേരിട്ടും പറഞ്ഞിട്ടുള്ളത് മറ്റേ ഭയങ്കര ആക്ച്വലി രീതി കവളയൊക്കെ പുള്ളി അടിപൊളിയാക്കി ചെയ്തിട്ടുള്ള ഒരു സംഭവം. അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. അതെ. അപ്പൊ മ്യൂസിക് പോർട്ടിലേക്ക് വരാൻ ശരിക്കും കൂടുതൽ പ്രചോദനമായിരുന്നു. സാറിന്റെ സ്റ്റുഡൻസ് ആണ് ശരിക്കും ഇതില് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസ് സാറിനുണ്ട്. അത് ആ ഒരു ഭയങ്കര കോൺഫിഡൻസ് തന്നു. അതിനുശേഷം മ്യൂസിക് പോർട്ടിലേക്ക് വരിക,
സാർ ഇതേപോലെ നമ്മളെല്ലാരും കൂടിയിരുത്തി സാർ ഗിറ്റാറിൽ റാൻഡം ആയിട്ട് നോട്ട്സ് മേജർ 7th ആയിട്ട് 9th ഒക്കെ എന്നിട്ട് നമ്മളോട് ഗസ് ചെയ്യാൻ പറയും. ഗസ് എന്നല്ല ഏത് കോഡാന്നൊക്കെ പറയണം. അതൊക്കെ ആക്ച്വലി ഭയങ്കര അടിപൊളി കുറെ സെഷൻസ് ഒക്കെ ആയിരുന്നു. അതിന് എപ്പോ കാണുമ്പോഴും ചോദിക്കണല്ലോ മേജർ 7th ആയിട്ട് 9th. അതെ മേജർ 7th ആയിട്ട് 9th ആണ് നമ്മുടെ വീക്ക്നെസ്. അതെ. അല്ല, ഈ ജേക്കബ് പൊളിയറിന്റെ ഒക്കെ ഈ റീലിന്റെ ഒക്കെ ട്രോള് വരുന്നുണ്ട്. ഇപ്പൊ ഒന്ന് തുമ്മുമ്പോഴൊക്കെ ആ ശബ്ദം കേട്ടിട്ട് ഇത് ആ റീല് വരുമ്പോഴേ സാറിന് ഓർമ്മ വരും ഇത് നമ്മളിത് വണ്ടി പണ്ട് നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോ ഞാൻ ഹാർമണിയിൽ സംസാരിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. അപ്പൊ നീ കണ്ടിന്യൂ, എന്താ പറഞ്ഞെന്ന്? അതിനുശേഷം കോഴ്സ് ചെയ്തു. കോഴ്സ് ടുവേർഡ്സ് എൻഡ് ആയപ്പോ ആക്ച്വലി ഇതിന് ശേഷം എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോ സാറ് തന്നെ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നോളാൻ പറഞ്ഞു, എനിക്ക് ഓഫർ ചെയ്തു. അതൊക്കെ ആക്ച്വലി ഭയങ്കര ഇത് എന്താ പറയാ ദൈവാനുഗ്രഹം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സാറിന്റെ. അപ്പോ നെക്സ്റ്റ് ഇനി പറഞ്ഞ ബാച്ചിന്റെ കുറച്ച് ഇതേപോലെ അസൈൻമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക, അവരെ സെലക്ഷനിലൊക്കെ കുറച്ച് സാറിനെ ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ ഇതിനേക്കാളും ഇത് ഇമ്പോർട്ടന്റ് സാറിന്റെ സെഷൻസിൽ ഇതേപോലെ സാറ് വർക്ക് ചെയ്യുന്നത് കൂടെ നിന്ന് വർക്ക് കാണാനും സാറിന്റെ ഒരു കുറച്ചുകൂടി ഒരു ഗൈഡൻസ് എനിക്ക് എക്സ്ട്രാ കിട്ടുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതില് സാറിനോട് എപ്പോഴും ഒത്തിരി നന്ദി സാർ. നോ പ്രോബ്ലം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ നിന്നോട് എനിക്കുള്ളൊരു കടപ്പാട് എന്താന്ന് വെച്ചാല്, ഈ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂട്ടലി ഹോണസ്റ്റ് ആണല്ലോ. കറക്റ്റായിട്ട് ഉള്ള കാര്യം തുറന്ന് പറയും എന്താണ് പ്രശ്നം എന്നുള്ളത്. അത് എല്ലാ സ്റ്റുഡൻസിനും അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഈ നെഗറ്റീവ് ക്രിറ്റിസിസേ കറക്റ്റായിട്ട് പെട്ടെന്ന് ഓൺ ദ ഫേസ് പറയുമ്പോൾ അതിലിടയിലൊരു ബഫറായിട്ട് അത് ശരിയാക്കാം, നിങ്ങൾ സാറ് ഇതാണ് ഉദ്ദേശിച്ചത്, നീ അത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അതെ ഇടയിൽ നിന്ന് എല്ലാം ശരിയാക്കിയിരുന്നത് ജിഷ്ണു ആയിരുന്നു. അതിപ്പോ ശരിക്കും മിസ്സിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. സാർ ഇപ്പൊ പുതിയ ബാച്ചിലെ ഇപ്പൊ ഇനി വരാനുള്ള ബാച്ചിലെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാർ? 1-to-1 ആയിട്ട് എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുകയാണോ? എങ്ങനെയാണ് സ്ട്രക്ചർ ഇപ്പം റീഡിസൈൻ ചെയ്തിട്ടുണ്ടോ? ബാച്ച് നമ്മൾ ക്ലാസ്സുകളൊക്കെ ബാച്ചായിട്ട് തന്നെയാണ്. മാക്സിമം 4 to 5 സ്റ്റുഡൻസ് ആണ് ഒരു ബാച്ച് മാക്സിമം. നമുക്ക് അറിയാലോ 2 ബാച്ചാണ് മാക്സിമം എടുക്കാൻ പറ്റുക. നിങ്ങൾ അറിയാലോ ഇവിടെ താമസിച്ച് പഠിക്കുന്ന പരിപാടിയാണല്ലോ, പണ്ടത്തെ ഗുരുകുല സമ്പ്രദായമാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡൻസിനെ എടുക്കുമ്പോൾ ഒരുപാട് സൂക്ഷിച്ച് എടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, നമ്പർ 1. നമ്പർ 2 ഈ പറഞ്ഞ പോലെ നല്ല അത്യാവശ്യം ടാലൻറ്റഡ് ആയിരിക്കണം. ഇപ്പം ഞാൻ ഈ കീബോർഡ് സ്കിൽസൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അഡാപ്റ്റീവായിട്ട് നിൽക്കുമോ, ഈ ലൈഫ് സ്കിൽസും ഇങ്ങനത്തെ ഒരുപാട് മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടോ, ഇതൊക്കെ നോക്കി. പിന്നെ ഇനീഷ്യൽ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓക്കെ ആണോ, ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പാരൻസായിട്ടും കൂടി അന്വേഷിച്ച് അങ്ങനെയാണ് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ, ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ, ഓഡിയോ ഇൻ്റർഫേസ്, ഗാഡ്ജറ്റ്സ് മുഴുവൻ ഇവർ വാങ്ങിക്കണമല്ലോ. എന്നുവെച്ചാൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് ഇതാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച പോലെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ആസറ്റ് ആണ്. നിങ്ങൾക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എന്തായാലും വർക്ക് ചെയ്യണമല്ലോ. അതെ, നമ്മൾ അത് പിന്നെ സ്വന്തം സിസ്റ്റം അത് പൊന്നുപോലെ നോക്കും, അതാണ് വേറെ കാര്യം. അതെ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ നേരിട്ട് നടത്തിയ പോലെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതൊക്കെ ടെസ്റ്റ് ചെയ്യും, കീബോർഡ് സ്കിൽസ് കാര്യങ്ങളൊക്കെ നോക്കും എങ്ങനെയുണ്ടെന്ന്. പിന്നെ പിച്ച് സെൻസ് ഉണ്ട്, കമ്പോസിങ് സ്കിൽസ് നോക്കും, കോഡ്സിനനുസരിച്ച് മെലഡി വായിക്കാൻ പറ്റുമോ, ഒരു മെലഡിക്ക് കോഡ്സ് വായിക്കാൻ പറ്റുമോ, ടൈം സിഗ്നേച്ചർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കും. ആളുടെ ബോഡി ലാംഗ്വേജ് നോക്കും. അത് കഴിഞ്ഞിട്ട് പിള്ളേർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യിപ്പിക്കും. അവിടെ താമസിക്കണം. അത് കൊള്ളാലോ. അവിടെ ഒരു ദിവസം താമസിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, ഇവിടുത്തെ ഭക്ഷണ രീതി ഓക്കെ ആണോ, ചുറ്റുപാടെല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നോക്കി എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അഡ്മിഷൻ ഫൈനൽ ചെയ്യുള്ളൂ.
സത്യമായിട്ട് അത് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ് സാർ. എസ്പെഷ്യലി സാറിന്റെ കോഴ്സിന് അത് ഈ പറയുന്ന റിക്വയർമെന്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ, ക്രൈറ്റീരിയാസ് ഓക്കെ ആണെങ്കിൽ ഈ പറയുന്ന 8 months സാറിന്റെ കോഴ്സ് ഒന്ന് കവറപ്പ് ചെയ്തെടുക്കാനെങ്കിലും പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 9 months ആണ് കോഴ്സ്. 9 months ആക്കി അല്ലേ? നിങ്ങള് സച്ചിനൊക്കെ ഉണ്ടായിരുന്നപ്പോ എത്ര 6 മാസം 5 മാസം? അല്ലല്ല, ഞാനുള്ളപ്പോ 4 മാസമായിരുന്നു. ഓ 4 മാസം. ഞാൻ ആക്ച്വലി ആരുടെ ബാച്ച് ആയിരുന്നു, എനിക്കൊന്ന് ബാച്ച് ഏതൊരു 13 or 14 ഏതൊരു ബാച്ചിൽ ഞാൻ വന്നിരുന്നു. ആ സമയത്ത് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് ആ സമയത്ത് മറ്റേ സ്ഥലം നമ്മുടെ വേറെ ലെവൽ സ്ഥലമാണല്ലോ. സോ അവിടെ സ്ഥലമൊക്കെ കണ്ടപ്പോൾ മിസ് ചെയ്തു. കാരണം നമ്മള് ചെന്നൈ സിറ്റി തന്നെയായിരുന്നല്ലോ. അതെ, സച്ചിന് റെന്റഡ് അപ്പാർട്ട്മെന്റിലല്ലേ നിന്നിരുന്നേ. അപ്പോ ഈ ഒരുമിച്ച് പിള്ളേര് താമസിച്ച് മെയിന്റനൻസും കാര്യങ്ങളൊക്കെ തന്നെ നടത്തി അങ്ങനെയുള്ള കുറെ ലൈഫ് സ്കിൽസ് സച്ചിൻ മിസ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? അതെ. അല്ല, ഞങ്ങള് ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് 4 മാസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറെ കവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കും. ആക്ച്വലി അന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന്, എനിക്ക് ഓർമ്മയുണ്ട്, സാറ് പുറത്തേക്ക് ഇറക്കി വിടുന്ന വരെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കും ഞങ്ങള്. സാറിങ്ങനെ ഓരോ സാറും പറയും കേട്ടോ, സാറിങ്ങനെ പറയും, സാറിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് സാറിനെ ലാസ്റ്റ് പറയും, ഓ സമയം ഇത്രയായിട്ട് ലാസ്റ്റ് ഞങ്ങൾ റിയലൈസേഷൻ വരുമ്പോ. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു. നിങ്ങളുടെ ബാച്ച് 6 ഒരു രക്ഷയുണ്ടായാലും ഭയങ്കര കോമഡി ആയിരുന്നു. തോമസ് പുള്ളി പുറയിലിരുന്ന് കോട്സ് മേജ് സൈത്ത് എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട് അതൊക്കെ. പക്ഷെ അതൊരു സംഭവം നമ്മള് സിറ്റിയിലൊക്കെ ആണെങ്കിലും പക്ഷെ അതൊരു ഭയങ്കര ഫണ്ട് ബാച്ച് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പഠിക്കലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാനും റെയ്ഹാനും അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ തോമസ് അവിടെ ഉണ്ടാവുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കലും ഓരോ പാട്ടുകൾ അനലൈസ് ചെയ്യലും അതൊക്കെ ഒരു ഇത്. പക്ഷെ അന്നേ ഈ പറഞ്ഞ പോലെ നമുക്കും തന്നിരുന്നു. ഇപ്പൊ ബ്രയൻ ട്രേസിയുടെ സെൽഫ് ഡിസിപ്ലിൻ ആണെങ്കിലും അങ്ങനെ നമുക്ക് ബുക്ക് റെഫറൻസുകളൊക്കെ തന്നിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളത് കോഴ്സിന്റെ കൂടെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് എല്ലാം കോഴ്സിന്റെ കൂടെ തന്നെ. പോലെ ഇഷ്ടം പോലെ ബാച്ച് ഉണ്ടായിരുന്നു. ഈ 17, 16 ഒക്കെ ഒരു രക്ഷയുണ്ടായില്ല. അടിപൊളി 14 അടിപൊളി ബാച്ചായിരുന്നു. 13 ഞങ്ങളാണ്. അതെ 13-14 സമയത്ത് ബെത്ലഹേം പോട്ടെ, വേറെ നമ്മള് എല്ലാവരുടെയും കൊയറൊക്കെ റെക്കോർഡ് ചെയ്തത്. അതെ ബെത്ലഹേമില് വെർഷൻ വീഡിയോ ഒക്കെ ചെയ്ത്. ഞാൻ ആക്ച്വലി ആ ബെത്ലഹേം കണ്ടിട്ടാണ് വന്നത് തന്നെ. കോഴ്സ് ജോയിൻ ചെയ്യാൻ എനിക്കൊരു തോന്നിയത് ഈ ബെത്ലഹേമിന്റെ ആ ഒരു കണ്ടിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഡൈവേർട്ട് ചെയ്തെന്ന് തോന്നുന്നു സാറിന്റെ അടുത്ത് ചോദിച്ചിട്ട്. ജിഷ്ണു ബാക്കി കണ്ടിന്യൂ ചെയ്തോളൂ. സാർ ചോദിച്ചോ? ഇല്ല, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആയി. അത് സംസാരിച്ചു. അതിനുശേഷമാണ് നിങ്ങൾ പറഞ്ഞേ കോഴ്സിന്റെ കാര്യം. ജിഷ്ണു അത് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആരുടെ കൂടി ആദ്യം വർക്ക് ചെയ്തേ? ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ്. ഞാൻ ആക്ച്വലി സാറിന്റെ കൂടെ നിൽക്കുന്ന സമയത്തായിരുന്നോ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം? ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലേ? ചെന്നൈക്ക് ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് അനീബ്രോയ്ക്ക് തന്നെയാ വർക്ക് ചെയ്തത്. അനീബ്രോയ്ക്ക് വർക്ക് ചെയ്തു. പിന്നെ ഗോപി സാറിന് ഉണ്ടായിരുന്നു, ഷാൻ റഹ്മാനിക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിലേതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കും അറിയാൻ പാടില്ല കേട്ടോ. ഈ അനി ബ്രോ എന്ന് പറയുന്നത് അനിരുദ്ധാണ് കേട്ടോ. അനിരുദ്ധ് രവിചന്ദർ സാറിനാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത്. എനിക്ക് അയച്ചു സാർ എന്ന് പറഞ്ഞ ശീലമില്ല, അനി ബ്രോ എന്ന് വിളിച്ചാണ് നമുക്കറിയാം. വളരെ ഞാൻ ചുമ്മാ എന്നെ പൊക്കിയടിക്കുന്ന പോലെ ഉണ്ടോ? ഒരു കുഴപ്പമില്ല, നീ പറയടാ. അത് നീ എന്താണോ വിളിക്കണത് അങ്ങനെ എന്താ പറഞ്ഞാൽ മതി. അല്ലാണ്ട് പിന്നെ പുള്ളിയുടെ പാട്ടിന് പാടാനും പറ്റി. ഇപ്പൊ ഗോപിസുന്ദറിന്റെ കുറെ പാട്ടുകൾ ഞാൻ ആക്ച്വലി ജിഷ്ണുവിനോടല്ല, ഞാനിത് ഓഡിയൻസ് ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിട്ട് അങ്ങനെ കോട്സിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരു അടിപൊളി പ്ലേ ബാക്ക് സിംഗർ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ കുറെ. ഇപ്പൊ പബ്ലിക്കിനെ വേണ്ടി പറയണാണ്. ജിഷ്ണു വിജയുടെ വോയിസ് ഒക്കെ നിങ്ങൾ പല കവറ് പലതായിട്ടൊക്കെ റീസെന്റ് റഹ്മാന്റെ അത് ഏത് പാട്ടാണ്? ജിഷ്ണുവിന്റെ മറ്റേ റീസെന്റ് ഒരു പടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റീസെന്റ് ഗോപിസുന്ദറിന്റെ ഒരു പടത്തിൽ ജിഷ്ണു പാടിയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അങ്ങനെ ഒരു പാട്ട് ഞാൻ ജിഷ്ണുവിൽ പ്രതീക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ തന്നെ പ്രോഗ്രാമും ചെയ്തിരിക്കുന്നത്. അത് ആ പടത്തിൽ ഓൾമോസ്റ്റ് എല്ലാ റീലിലും സ്കോറും ചെയ്തിട്ടായിരുന്നു. അത് ഗോപി സാർ ആക്ച്വലി ഫുൾ ഫ്രീഡം തരുമായിരുന്നു. ജിഷ്ണുവിന് എന്ത് വേണേൽ ചെയ്യാം. അതിന്റെ കൂടെ ഗോപി സാർ അഡീഷണലി ചെയ്യുന്ന പോലെ.
ആ സമയത്ത് കുറെ വർക്കുകൾ പോകുന്ന കാരണം ഗോപി സാർ ആ പടത്തിന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അല്ല അതും ഞാന് ഒരു ഭയങ്കര ഇതിപ്പോ ഈ ലക്കായിരുന്നു. ഫ്രീഡത്തിന്റെ കാര്യം കേട്ടപ്പോഴാണ് എനിക്ക് റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയണത് പുള്ളി 100% ഫ്രീഡം തരുമായിരുന്നു. അതായത് യു ജസ്റ്റ് വർക്ക് ഓൺ ദാറ്റ് സെഷൻ എന്നാ പറയുള്ളൂ. അപ്പൊ ഞാൻ ഇനീഷ്യലി ആദ്യ കാലത്തൊക്കെ സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് നമ്മള് വേറെ ആർക്കും വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന റഹ്മാൻ സാറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അയ്യോ ഞാൻ ചെയ്യണത് ശരിയാവോ, ഏത് ഇൻസ്ട്രുമെന്റ്സ് ഇടണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. പുള്ളി ഒന്നും പറയില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ ആഗ്രഹിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അതായത് നമ്മളെ സീറോ സ്പൂൺ ഫെഡ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ക്രിയേറ്റിവിറ്റി വരും. ശരിയല്ലേ? അല്ല, ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇപ്പൊ നമ്മള് ഓരോ കമ്പോസേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴും ഇപ്പൊ സാം ആണെങ്കിലും ഇപ്പൊ എബി ഒക്കെ പറയും, സാം ആണെങ്കിലും ഒരു തീം തന്നിട്ട് സാം ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും, ഒരു ജോണറൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും എൻഡ് ഓഫ് ദ ഡേ പുള്ളിക്കാരൻ പറയും നിങ്ങൾ നിങ്ങളുടെ സംഭവം ഇട്ടോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം തരല് ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം. അതെ സാമിന് ഞാനും ഇഷ്ടം പോലെ ഒരുപാട് സ്ട്രിങ്സ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇതുപോലെ സാം ഇപ്പൊ കാണുന്നവർക്ക് സാം മനസ്സിലായി, സാം CS, വിക്രം വേദ അല്ലെങ്കിൽ കൈദി ഇതൊക്കെ തിരിച്ചു കൊടുത്തു അല്ലേ? ശരി. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ജിഷ്ണു ഇപ്പൊ ഏതോ പ്രൊജക്ട് ഏതോ പടം വർക്ക് ചെയ്യല്ലേ? സാറേ ഇൻഡിപെൻഡന്റ് ഒരു തെലുഗു മൂവി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഭയങ്കര അറിഞ്ഞില്ലല്ലോ ജിഷ്ണു, അറിഞ്ഞില്ല. അതാണ് പാട്ടുകളൊക്കെ ചെയ്യുന്നുള്ളൂ. അത് ഭയങ്കര സിനിമ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് ഭയങ്കര ഒരു രഹസ്യമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അത് പാട്ടുകളുടെ വർക്കൊക്കെ നടക്കും. രണ്ടും ചെയ്യുന്നുണ്ടോ? പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് അടിപൊളി. എന്തോരായി പ്രോഗ്രസ്? പാട്ടിന്റെ കമ്പോസിഷൻസ് ബേസിക് ഐഡിയ ചെയ്തു, ബാക്കി അതിങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ വേറെ സിനിമയുടെ ഇപ്പൊ വിടാമുയർച്ച വർക്കൊക്കെ വന്നപ്പോ അതിന്റെ വർക്കിലൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. ഇനി ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്യണം. അടിപൊളി. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്താരാ? അടുത്തത് എമിലാണോ? അതെ, എമിൽ പറയൂ. ചേട്ടാ എന്താ പറയാ, തുടങ്ങിയ സമയത്ത് സാറിനവിടെ വരുന്ന സാറിനെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ബീബിൻ ചേട്ടനാ, ബീബിൻലാല്. ഞാൻ ആദ്യം സാറിനെ വിളിക്കുന്ന ഹലോ ഹെൻറി ചേട്ടൻ അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സാറിനെ വിളിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എമില് വന്നപ്പോ ഞങ്ങളെല്ലാരും ഹെൻറി സാർ എന്ന് വിളിക്കുമ്പോ ഹെൻറി ചേട്ടാ അതെന്താണാ പോവേ, ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ചേട്ടൻ നിനക്ക് മാത്രം. ഇല്ല, എനിക്ക് അന്ന് വരുമ്പോ സാറ് എ ആർ റഹ്മാന്റെ പ്രോഗ്രാം ആണെന്ന് ഒന്നും അറിയില്ല. എനിക്ക് ഞാൻ ഇതുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് ഞാൻ വരുന്നത്. അപ്പം ഫേസ്ബുക്കിൽ ഈ മെസ്സേജൊക്കെ അയച്ച്, മെസ്സഞ്ചർ വഴി മെസ്സേജൊക്കെ അയച്ച് എനിക്ക് ജസ്റ്റിൻ ചേട്ടന് എനിക്ക് സാറിന്റെ പേര് പറഞ്ഞു, ബിബിൻ ചേട്ടൻ സാറിന്റെ പേര് പറഞ്ഞു. ജസ്റ്റിൻ ചേട്ടൻ ജസ്റ്റിൻ വർഗീസ്. അതെ, നമ്മുടെ നാട്ടുകാരനാണ്. അതിട്ട് ബിബിൻ ചേട്ടൻ എനിക്ക് നമ്പർ തന്നു, സാറിന് നമ്പർ തന്നിട്ട് എന്നിട്ട് സാറിനെ വിളിക്കുക ഞാൻ ചെയ്തത്. എന്നിട്ട് എനിക്ക് ആകെ പരിചയമുള്ള പരിപാടി എന്ന് വെച്ചാൽ നേരത്തെ കൊയറ് പോയി മൈനറും മേജറും അറിയത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സാറിനോട് വന്നു. ഞാൻ പി ജി ചെയ്ത ലാസ്റ്റ് സമയത്താണ് സാറിന് അവിടെ കണക്ട് ആകുന്നത്. പ്രോജക്റ്റ് കഴിഞ്ഞ് പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ നേരെ ഞാൻ വീട്ടിൽ പോലും പോയിട്ടില്ല. നേരെ അവിടുന്ന് സാധനം പാക്ക് ചെയ്ത് നേരെ ചെന്നൈ തന്നെ ആയിരുന്നു പഠിച്ചത്. അപ്പൊ അവിടുന്ന് സാധനം പാക്ക് ചെയ്ത് സാറിനെ കൊണ്ടുവന്നു. എന്റെ സിസ്റ്റം എനിക്ക് വീട്ടിലുണ്ടായിരുന്നു. സിസ്റ്റം ഞാൻ ഓൾറെഡി ഞാൻ ക്യൂബേസിൽ ചെറിയ ഡിവോഷണൽ പരിപാടികളും അങ്ങനെയൊക്കെ ചെറിയ പരിപാടികളൊക്കെ. പിന്നെ സാറ് ജോലിക്ക് പഠിപ്പിച്ചു. പിന്നെന്താ പറയാ, അവിടുന്ന് ഇറങ്ങിയപ്പം
അറ്റ്ലീസ്റ്റ് കോഡുകൾ പറയാൻ അറിയായിരുന്നു. കേട്ട ഒരു ചെറിയൊരു പിടിയോടായി അല്ലേ? അതെ. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോ ഈ L2 നമ്മള് റിനോവേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഞാനും എമിലും കൂടിയാണ് അവിടുത്തെ എല്ലാ പരിപാടിയും, എല്ലാ മരാമത്ത് പരിപാടിക്കൊക്കെ കൂടെ വന്നിരുന്ന് എമിലാണ്. ഞാനൊരു ദിവസം ഇങ്ങനെ തല തെറ്റി വീഴാൻ പോയപ്പോ ചാടി സാറേ എന്നിട്ട് പിടിക്കാമെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ നിനക്ക്? അത് ഞാൻ വിട്ടു, ഞാൻ ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പണിയെടുത്ത് ഞാൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ മാത്രമാണ് അത് എല്ലാ പരിപാടിയും ചെയ്തത്. ഓർമ്മയുണ്ടോ? ഡ്രില്ലിങ് പരിപാടിയും LED സ്ട്രിപ്പ് ഒട്ടിക്കലും. അതായത് ബാച്ച് 16 വരുന്നതിന് മുന്നേ ഉള്ള മൾട്ടി കളർ LED പരിപാടികളൊക്കെ നമ്മളാ ചെയ്തത്. സാറിനോടത്തെ ചെന്നൈക്ക് സാധനം മേടിക്കുമ്പോഴൊക്കെ ഓർമ്മയുണ്ട്. ആ അതെ. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഈ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും കണ്ട് നീ ഒരു സാമ്പിൾ കിട്ടോ ഒന്ന് പ്രോഗ്രാംഡ്. സാറ് ഇന്ന് കേട്ടിട്ട് പറയാമോ എന്നിട്ട് ഞാൻ കിടുങ്ങിപ്പോയി. സ്റ്റുഡന്റ് ഞാനായിരുന്നു. ഞാൻ നിന്നോട് ഓർമ്മയുണ്ടാ, എടാ ഇത് നീ ഇത് എവിടെ നിന്ന് കിട്ടി, സാമ്പിൾ എവിടെ നിന്ന് കിട്ടിയത്, ഇത് ഏതാ സാധനം ഞാൻ ചോദിച്ച ഓർമ്മയുണ്ടാ? അപ്പൊ നീ പറഞ്ഞു സാറേ ഞാൻ പ്രോഗ്രാം ചെയ്താണെന്ന്. നിങ്ങൾക്ക് ഇത് പലർക്കും അറിയില്ല ഈ കഥ. ഞാൻ എമിലിന്റെ ആ സാധനം കേട്ടിട്ട് കിടുങ്ങിപ്പോയി. അത്ര അടിപൊളി ഇന്റർനാഷണൽ ലെവൽ സ്ട്രിങ്സ്, ഒരു ഓർക്കസ്ട്രൽ സാധനം. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു, എടാ നീ ചെയ്ത് തന്നെയാണോ ഇത്? നമുക്ക് ഓർമ്മയുണ്ടത് കാറിൽ വെച്ച് ഞാൻ ആ സാധനം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഞാനത് എൻ്റെ പണ്ടം കണ്ടിട്ടുണ്ടായിരുന്നു, അത് പോയി. അതുണ്ടോ? പോയില്ലേ? ഈ ഹാർഡ് ഡിസ്ക് അടിച്ചു പോണതൊക്കെ സ്ഥിരം പതിവ്. എന്റെയും പോയിട്ടുണ്ട്. ഒരുപാട് നല്ല കണ്ടന്റ് ഒക്കെ പോയി. എന്റെ ഇരിക്കുന്നതല്ലേ M3 ആയിരിക്കും എനിക്ക്. സെഷനും ഇല്ല, അതെല്ലാം പോയി, ആ സാധനം എല്ലാം പോയി. ആ ഓക്കെ. ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ നീ എത്ര ദിവസമായി ഇവിടെ? അനിൽ ചേട്ടൻ്റെ ഇവിടെ എത്ര ദിവസമായി? 12 ദിവസം 13 ദിവസമായിട്ടുണ്ട്. ഇപ്പം റോണ്ടെന്ന് പറഞ്ഞൊരു മൂവിയുടെ സ്കോർ നടക്കും. ആണോ? ഓക്കെ. അത് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് ആയതേ ഉള്ളൂ. കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ രണ്ടാമത് വന്ന കാരണം കുറച്ച് സമയം എടുത്തു. റീ വർക്ക് വന്നതാണ്. ഫസ്റ്റ് ഹാഫ് ആയതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പുള്ളിയോട് അന്വേഷണം പറഞ്ഞേക്ക്. ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെറിയ മീറ്റിംഗ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് പോയാലോ എമിലെ? നിനക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞു. അല്ല എബി. യെസ്. എങ്ങനെ തുടങ്ങുന്ന? ഹലോ. അല്ല കോഴ്സിന് വന്നപ്പോ തൊട്ടിട്ട് എന്താ ഫീൽ ചെയ്ത്? അപ്പൊ തൊട്ടൊക്കെ തുടങ്ങിക്കോ. അല്ല ആക്ച്വലി സാറിനെ കുറിച്ച് അറിഞ്ഞത് സാറിന് അറിയാം. നമ്മുടെ ബാച്ച് അല്ല, നമ്മുടെ പഠിച്ചിറങ്ങിയ അലൻ എന്ന് പറഞ്ഞിട്ട് ബാച്ച് 14 ഉണ്ടായിരുന്നു, അലൻ ജോസഫ്. അപ്പൊ അലൻ വഴിയാണ് സാറിനെ കുറിച്ച് അറിഞ്ഞത്. അലൻ സാറിന്റെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ അന്നേരം എനിക്ക് ആക്ച്വലി ഞാൻ അവിടെ ചെറിയ വർക്ക്സ് ചെയ്യാറുണ്ട്. ലൈക്ക് എനിക്ക് അറിയാവുന്ന രീതിയിൽ ലോജിക്കിൽ എന്തെങ്കിലുമൊക്കെ ചെട്ടര്. അപ്പൊ അങ്ങനെ കുറച്ച് എനിക്ക് ടെക്നിക്കലി വലിയ ഇതില്ലായിരുന്നു, അത്ര നോളജ് ഇല്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ ആക്ച്വലി എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന രീതിയിൽ ഞാൻ ചെന്നൈയിൽ കുറെ നാളിട്ട്. അപ്പൊ അലനെ അന്ന് അറിയായിരുന്നു. അപ്പൊ അലൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, സാറിന്റെ ഒരു സ്ഥലമുണ്ട്, പിന്നെ 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കുറെ അടുത്ത് ഇങ്ങനെ പോയിട്ട് അവസാനം ഞാൻ ഇവിടെ വന്ന് കുറച്ചാൾ നിന്നായിരുന്നു. അപ്പൊ അലൻ ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരം റീതിങ്ക് ചെയ്ത് സാറിന്റെ ഇതൊക്കെ കാര്യം സാറിന്റെ അവിടെ ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് അലൻ ഇപ്പൊ പറയായിരുന്നു. അതായത് അതില് സാറിന്റെ വന്നിട്ടുണ്ട്. ആക്ച്വലി അന്ന് ജിഷ്ണുവേട്ടനൊക്കെ ജോജോ ഉണ്ടായിരുന്നു, ജിഷ്ണുവേട്ടനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളായിരുന്നു എനിക്ക് പറഞ്ഞു തന്നിരുന്നത് ഇവിടുത്തെ. ഞാൻ അവിടെ ഒരിക്കൽ വന്നപ്പോഴത്തേക്കും വന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒക്കെ. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ സാറുമായിട്ട് വിളിച്ചപ്പോ സാർ ഇങ്ങനെ എന്റെ അടുത്ത് ഇത് അയച്ചു തന്നിട്ട് നല്ലോണം ആലോചിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അതായത് നല്ല അല്ല, പക്ഷെ എനിക്ക് കാര്യം എനിക്ക് എന്തായാലും ഇതാവണമെന്നുണ്ട്. അതായത് എന്താ പറയാ, മൈൻഡിലൊരു ഇതുണ്ടാകും ഇങ്ങനെ ആവണം. അത് സാറിൻ്റെ അടുത്ത് ഞാൻ എൻഡ് ഓഫ് ദ കോഴ്സിന്റെ അവസാനം ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് എനിക്ക് ഒരു പ്രോഗ്രാമർ ആവണം സാർ. അപ്പോൾ തീർന്നപ്പോൾ എനിക്ക് സാറിന് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് താഴെ വന്നിട്ട്
ഓ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. സാറേ എനിക്കൊന്ന് പ്രോഗ്രാമർ ആവണമെന്നല്ലേ? അല്ല, അപ്പൊ ഞാൻ ആലോചിച്ച ഞാൻ എത്രത്തോളം ഞാൻ പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം അന്നത്തെ ഇതും കാര്യം പഠിക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ട് വളരെ ചേഞ്ചസ് ഉണ്ടായി. എനിക്ക് അന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ടെക്നിക്കലി അത്ര ഇത് നോളജ് ഇല്ല. ഇപ്പൊ എനിക്കിപ്പോ ട്വീക്കാൻ അറിയാനും അങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ ടോൺസ് സെലക്ഷനും ഇപ്പൊ നമ്മളുടെ യുണീക്ക് ആയിട്ടൊരു സൗണ്ടിങ് ചെയ്യുന്നതും അപ്പൊ അതാണ് ബേസിക്കലി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ സാറിപ്പം എപ്പോഴും എന്താ പറയാ നമ്മളെ പ്രാക്ടീസ് വെച്ചിട്ടാണ് സാർ എപ്പോഴും പറയായിരുന്നു നമ്മള് പ്രാക്ടീസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വരിക. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവും. അതെ ഈ എല്ലാവരുടെയും ഒരു പ്രോബ്ലം അതാണ്. അതായത് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് രണ്ടാമത്തെ ട്രൈ കിട്ടുന്നില്ല. അതായത് കമ്പയർ ചെയ്യും, എനിക്ക് സ്പീഡില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറില്ലേ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് എ റേസ് എന്നുള്ളത്. അതായത് നമ്മൾ ഗ്രാജുവലി ചെയ്ത് നമ്മൾ റെഗുലർ ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും കീഴടക്കാം. അത്രേ ഉള്ളൂ. സ്പീഡ് കയറ്റി നിങ്ങള് ഈ മറ്റേ പ്രിപ്പറേഷന്റെ പീരീഡില് ടെമ്പോ പതുക്കെ കയറ്റി ചെയ്ത് ഓർമ്മയില്ലേ? അത് തന്നെ സെയിം തിങ്. ഇവിടെ കോഡ് വോയിസിംഗ് ഒക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ ഹൈലൈറ്റ്. കോഡ് വോയിസിംഗ് പരിപാടി നമ്മൾ സ്പെക്ട്രം സ്പ്ലിറ്റ് ചെയ്ത് കോഡ് വായിക്കുന്ന പരിപാടികൾ. നീ പറ. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ അതായത് നമ്മൾ ടൈം ബൗണ്ട് ആയിട്ടൊരു വർക്ക് ചെയ്യുക. കാര്യം നമുക്കത് പോകുമ്പോ നമുക്ക് അതാണല്ലോ ഇമ്പോർട്ടന്റ്. അതായത് നമുക്ക് എത്രത്തോളം ലിമിറ്റഡ് ടൈം മാനേജ്മെന്റ് പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് മാനേജ്മെന്റും അതെല്ലാം. അപ്പൊ അതാണല്ലോ പ്രൊഫഷണലിസ്റ്റിന്റെ ഒരു ഇത്. അപ്പൊ അതെനിക്ക് ആക്ച്വലി സാറിന്റെ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ. പിന്നെ എല്ലാവരും പോലെ ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ സാറിന്റെ ഒരു എനിക്കിപ്പോ പെട്ടെന്നൊരു കാര്യം ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വന്നൊരു കാര്യം പറയാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, നമ്മൾ വല്ല എബ്രോഡൊക്കെ പോവുക അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേറ്റിലോ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ റൂട്ട് ഉറച്ചു എന്ന് നമുക്ക് തോന്നുന്നത് അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുമ്പോഴാണ്. നമുക്ക് ലാംഗ്വേജ് അത്യാവശ്യം അറിയുന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽസ് ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ററാക്ട് ചെയ്ത് 2-way കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സുഖം കിട്ടും. അവരുടെ കൂടെ ഒരാള് പോലെയാണ് എന്ന് പറഞ്ഞ പോലെയാ. നമ്മളിപ്പോൾ ഈ സിന്തിന്റെ ഒക്കെ സൗണ്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്കൊരു ടോൺ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഴിച്ചു പണിത് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണത് അതൊരു സോർട്ട് ഓഫ് സിന്തിന്റെ ലാംഗ്വേജ് പഠിക്കുന്ന പോലെയാണ്. നമുക്ക് ഉദ്ദേശിച്ച കാര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിലേ അപ്പോൾ അതെ അപ്പോൾ അത് നമ്മൾ ഈ എൻജിനീയറിംഗ് സൈഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുറേ ആൾക്കാർ സോക്കോൾഡ് നല്ല മ്യൂസീഷ്യൻസ് ആണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ സച്ചിൻ പറഞ്ഞ പോലെ പ്രീസെറ്റ്സ് വെച്ച് മാത്രം സർവേ ചെയ്യുന്ന എത്രയോ പിള്ളേരുണ്ട്. നമ്മള് ട്വീക്കബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമുക്ക്. അതെ, അത് നമുക്ക് ട്വീക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാം. ഇപ്പൊ നമ്മളൊന്നും വേണ്ട, ഒരു ഗിറ്റാർ പാച്ച് അല്ലെങ്കിൽ സ്ട്രിങ്സ് പാച്ച് എടുത്തു കഴിഞ്ഞാല് ആസ് ഇറ്റ് ഈസ് നല്ല രസമുണ്ടാവും. കോഡ്സ് ഒക്കെ പിടിച്ച് നോക്കുമ്പോൾ നല്ലതുണ്ടാവും. പക്ഷെ ഒരു പർട്ടിക്കുലർ സീനിന് അത് ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം. വേറെ ഒരു പർട്ടിക്കുലർ ലൈബ്രറിയിലെ അല്ലെങ്കിൽ ആ പാച്ച് തന്നെ നല്ല ഒരു പ്രത്യേക രീതിയിൽ EQ ചെയ്ത് കംപ്രസ് ചെയ്ത് സ്ട്രിങ് ചെയ്ത് എടുക്കുമ്പോഴായിരിക്കും അതിന്റെ കറക്റ്റ് പാച്ച് കിട്ടുക. അപ്പൊ അത് നിങ്ങൾ ഓർമ്മയില്ലേ മറ്റേ EATM ഒക്കെ ഓർമ്മയുണ്ടോ? മെയിൻ അസൈൻമെന്റ് ആണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അത് ആ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് നമ്മള് അനലൈസ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. ഇപ്പോഴും എനിക്ക് അത് എല്ലാവരുടെയും ഒരു വെളിച്ചത്തിന് വേണ്ടി പറയണത് EATM എന്ന് പറഞ്ഞാല് ഇമോഷണൽ അനാലിസിസ്, പിന്നെ മറ്റേ ടെക്നിക്കൽ മ്യൂസിക്കൽ അനാലിസിസ്. അതെ, ക്രിട്ടിക്കൽ ലിസണിംഗ് 1, ക്രിട്ടിക്കൽ ലിസണിംഗ് 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങൾ ആ പേര് മാറ്റി പേര് മാറ്റി. അപ്പൊ അത് നമ്മള് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോ ഞാനിപ്പോ ഇങ്ങനെ ചില സാധനം കേൾക്കുമ്പോ അയ്യോ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണേന്നൊക്കെയാണ്. എനിക്കിപ്പോഴും ഒരു ശിശുവിനേക്കാളും കടുകുമണി അവസ്ഥയിലാണ് ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്, ഒന്നും അറിയാത്ത പോലെ. ഒരിക്കലും പഠിച്ച് തീരില്ല. അത് നമ്മൾ എന്തോരം പഠിക്കാൻ നോക്കിയാലും തീരില്ല. ഇല്ല, സാറിന്റെ ക്യൂരിയോസിറ്റി ലൈക്ക് ഇൻഫിനിറ്റി പോലെയാണ്, അത് തീരത്തില്ല. സാർ ഇങ്ങനെ ഓരോന്ന് പഠിച്ചോണ്ടിരിക്കുന്ന പോലെ. പഠിക്കണേന്റെ കാര്യം പറയുമ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ മ്യൂസിക് പോർട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ സാറിന് ഒരു പ്രാവശ്യം മീറ്റ് ചെയ്യാൻ പോയി.
സാറിന് ഒരു പ്രാവശ്യം മീറ്റ് ചെയ്യാൻ പോയ സമയത്ത് സാർ ആ സമയത്ത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡൻസിന് വേണ്ടി എന്തെങ്കിലും അസൈൻമെന്റ്സ് വല്ല ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുന്നു വിചാരിച്ചു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ സാറിന് എന്താ ടോപ്പിക് എന്ന് എനിക്ക് ഓർമ്മയില്ല, സിന്ധ് ബേസ് ചെയ്ത എന്തോ ടോപ്പിക്. ഞാൻ ഇത് അങ്ങോട്ട് എനിക്കറിയില്ല, ഞാൻ അതൊന്ന് എഴുതി ഒന്ന് മൈൻഡിലേക്ക് കയറ്റാൻ എഴുതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു എന്ന് വെച്ചാൽ സാർ എന്ന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു കാര്യം വീണ്ടും പഠിക്കാനായിട്ട് എഴുതി ആള് പഠിക്കണം കണ്ടപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു സ്ട്രൈക്ക് ചെയ്തു ആ ഒരു പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേണിംഗ് ഒരിക്കലും നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അടുത്തൊരു വലിയ കമ്പോസറിൻ്റെ ഇപ്പോൾ സാമിൻ്റെ അടുത്ത് പോയാലും ഇപ്പോൾ ആരുടെ അടുത്തായാലും നമ്മൾ അവിടെ നിന്നും പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആക്ച്വലി എനിക്ക് മ്യൂസിക് പോർട്ടിൽ നിന്ന് അവിടെ സാറിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. ഞാൻ ഈ ഓരോ ബാച്ചിലും ഓരോ ക്ലാസ്സിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. അത് എവിടെ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മൈക്രോഫോണിൻ്റെ ക്ലാസ് ആയിരുന്നു, മറ്റേ മോണോ സ്റ്റീരിയോ മൈക്കിങ്ങിൻ്റെ പരിപാടികൾ. അപ്പോൾ ഈ ഗെയിൻ മാച്ചിങ് പരിപാടിയിൽ നമ്മൾ ഈ കോൺഫിൽറ്ററിങ് മെത്തേഡ് വെച്ചിട്ട് കറക്റ്റ് മൈക്കിനെ കൊണ്ടുവന്ന് നമുക്ക് അലൈൻ ചെയ്യാം. കോൺഫിൽറ്ററിങ് വരാതെ ഉള്ള രീതിയിൽ അലൈൻ ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. എന്നിട്ട് വേണം ഗെയിൻ മാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ബാച്ചിലും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബാച്ചിനും അത് ഉപകാരപ്പെടുകയും ചെയ്യും. നിങ്ങളെക്കാളൊക്കെ ഒരുപാട് ഓരോ ബാച്ച് വരുമ്പോഴും ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ടിരിക്കുക മ്യൂസിക് പോർട്ടൽ. ബാച്ച് റിഫൈൻഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് സാർ. ഇപ്പം കംപ്ലീറ്റ് സ്ട്രക്ചർ മാറുന്നുണ്ട്. ഇപ്പൊ ഈ ടേംസ് മാറിയതുപോലെ തന്നെ കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. ഇപ്പൊ ഓരോ ടോപ്പിക്കും 10-70 പേജൊക്കെ ഉണ്ട് PDF. അല്ല ശരിക്കും എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞത് അവിടെയാന്ന് തോന്നുന്നു. കാരണം കുറെ ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയി പോയ കുറെ സംഭവങ്ങളൊക്കെ കുറെ ഇങ്ങനെ എല്ലാവരുമായിട്ട് റീകണക്ട് ചെയ്ത് പിന്നെയും അതൊരു ശരിക്കും വീണ്ടും പഠിക്കാനായിട്ടുള്ളൊരു 2 ആഴ്ച മുന്നേ ഒക്കെ നോട്ട്സ് കൊടുക്കും ഇവർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടേ. അല്ലാണ്ട് നമ്മൾ നേരെ വന്ന് ക്ലാസ്സിലിരുന്ന ഒന്നും മനസ്സിലാവില്ലല്ലോ പുതിയൊരു കാര്യങ്ങൾ പറയുമ്പോൾ. ഞങ്ങളുടെ ബാച്ച് തൊട്ടിട്ട് സച്ചിനേട്ടന്റെ ബാച്ചിലുണ്ടായിരുന്നു അതോ 2 ആഴ്ച ഒന്നും സമയം ഉണ്ടായിരുന്നില്ല? നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നില്ല. നമ്മുടെ ബാച്ചിലൊക്കെ പറഞ്ഞ പോലെ ഒരു സ്ലൈഡ് ഷോ പോലെ നോട്ട്സ് ആയിട്ട്. പിന്നെ ഒരു PDF ഉണ്ടായിരുന്നു ചില ടോപ്പിക്സിന്റെ ഒക്കെ. നമുക്ക് ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കത് കുറച്ച് ഇത് വരുമ്പോ അത് ആ PDF ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിലൊക്കെ ഡെയിലി സീക്വൻസ് ഒക്കെ അന്ന് തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി സീക്വൻസ് പരിപാടികളൊക്കെ അന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെന്നോട് ഇപ്പൊ റീസെന്റ് ബാച്ചിലുള്ള ഇവരൊക്കെ പറയും, അവരൊക്കെ എല്ലാവരും പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡെയിലി സീക്വൻസ് അന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഞാൻ പറഞ്ഞു ഈ ഒരുവിധം ആ ബേസിക് പ്രിൻസിപ്പൾസ് ഒന്നും മാറിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ഈ 4-5 പേരെന്നുള്ള ഒരു കോൺസെപ്റ്റ് അന്ന് തുടങ്ങി സാറ് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം അതിന് മേലെ ആൾക്കാർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. സോ അന്ന് തുടങ്ങി അത് ആ ഒരു കറക്റ്റ് പേര് അവര് എല്ലാവരും പഠിക്കുന്നുണ്ടോ. സോ അതൊക്കെ ഒരു ബൈ ദ വേ ഈ അബേ എന്ന് പറഞ്ഞത് സായ് അഭയങ്കർ. പുള്ളിക്ക് അഡ്മിഷൻ സച്ചിൻ വഴിയായിരുന്നു. സച്ചിനാണ് സായിന് അബേനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുള്ളി എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാലോ, ലെജൻഡാണ്. പുള്ളിക്ക് എല്ലാ ദിവസവും ഒരു 2 പാട്ടെങ്കിലും കമ്പോസ് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് പറയുന്നത്. അയ്യോ ഭയങ്കര ഒരു എക്സ്ട്രോർഡിനറി. ഇതേപോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അബയുടെ കാര്യം ഓർമ്മയുണ്ടോ? ഞാൻ ക്ലാസ് കഴിഞ്ഞ് അവിടുന്ന് ഇവിടെ എത്തി. എനിക്കൊരു 20 മിനിറ്റ് എത്തും ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇവിടെ തിരുപ്പൂരിൽ നിന്ന് ഇവിടെ പടൂര് എത്താനായിട്ട് 20-25 മിനിറ്റ് എടുക്കും. അസൈൻമെന്റ് കൊടുത്ത് ഞാനിവിടെ എത്തുമ്പോഴേക്കും പുള്ളി അസൈൻമെന്റ് തീർത്തിട്ടുണ്ടോ ചിലപ്പോൾ. ഭയങ്കര ഫാസ്റ്റ്. അയ്യോ ഫാസ്റ്റ്, എക്സ്ട്രോർഡിനറി ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് മാത്രമല്ല അവര് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര അധികം. എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കാനുള്ള ക്യൂരിയോസിറ്റി ഭയങ്കര അധികം. അതാണ് പുള്ളി ഇപ്പൊ വേൾഡ് ഫേമസ് ആയില്ലേ. ഇതാണ് ഈ സക്സസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് അതിന്റെ എക്സാമ്പിള്. പുള്ളി മറ്റേ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്നു വെച്ചാൽ മ്യൂസിക് പോർട്ടിൽ വന്നതാണ് ലൈഫിൽ ഒരു കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനും. അല്ല അത് പുള്ളി മ്യൂസിക് പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ പുലിയാണ്. ഞാൻ പിന്നെ ഒരു 2% ആഡ് ചെയ്തിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലല്ല അബേ അവിടെ ഞങ്ങൾ അവിടെ എപ്പോഴും അവിടെ മീറ്റ് ചെയ്യും. അബേ പറയണ ഫസ്റ്റ് എവിടെ എന്ത് ടോപ്പിക് ഉണ്ടെങ്കിലും ചേട്ടാ അന്ന് അവിടേക്ക് ഞാൻ പോയില്ല, വേറെ എവിടേക്കെങ്കിലും പോയെങ്കിൽ ഇത്രയും ഈ ഒരു വേ ഓഫ് ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ഞാൻ ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും. അത് എത്താനുള്ളവര് ഇവിടെ പുള്ളിക്ക് ചിലപ്പോ എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും പുള്ളി എങ്ങനെയെങ്കിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ എത്തും. പക്ഷെ ആ ഒരു റൈറ്റ് വേ കൂടെ എത്തുന്നത് എപ്പോഴും ഒരു ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കോളേജ്
കോളേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ വന്ന് ആ സമയത്ത് സാർ എന്നോട് ഇല്ലില്ല നീ ഒന്നും ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ബാച്ച് ഫിൽ ആവാറായിട്ടുണ്ട്. ഞാൻ പിന്നെ കാലിൽ വീഴണ ഒരു അവസ്ഥയിലാണ് സാറിനോട് എല്ലാ സാറേ എനിക്ക് ആക്ച്വലി പഠിക്കണം, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെയാണ് ജോയിൻ ചെയ്തത് ആ സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് പോയാലോ? എബിക്ക് എന്തെങ്കിലും പറഞ്ഞ് തീർക്കാനുണ്ടായിരുന്നോ? നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞു നിർത്തിയേക്കായിരുന്നോ എബി? ഇല്ല സാർ, ഇനി പറയാൻ കുറെ ഉണ്ട്, പക്ഷെ എനിവേ പറഞ്ഞോളൂ. കീപ് ഇറ്റ് ഷോർട്ട്. ഞാനും കൂടിയിട്ടാണ്, ഞങ്ങളാണ് മ്യൂസിക് പോർട്ടിന്റെ ഒരു ടീമാണ് ശരിക്കും ആക്ച്വലി നൈറ്റ് മാനേജറിൽ വർക്ക് ചെയ്തത്. ഇന്ത്യൻ അഡാപ്റ്റേഷൻ ഓഫ് നൈറ്റ് മാനേജറിൽ ഞാനും എബി ആയിരുന്നു മെയിൻ പ്രോഗ്രാമേഴ്സ് ആക്ച്വലി സാവിന്റെ കൂടെ. സോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ, സെക്കൻഡ് എപ്പിസോഡ് എബി, തേർഡ് എപ്പിസോഡ് ഞാൻ, ഫോർത്ത് എപ്പിസോഡ് എബി, അങ്ങനെയാ വർക്ക് ചെയ്ത് ഞങ്ങൾ പോയിരുന്നത്. സോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും എബി ആക്ച്വലി ഫസ്റ്റ് അല്ലെ നമ്മൾ ജോയിന്റ്ലി വർക്ക് ചെയ്യുന്നത് ആ ഒരു പ്രോജക്റ്റിനായിരിക്കും. പിന്നെ എനിക്കൊന്ന് സെക്കൻഡ് എപ്പിസോഡ് വേറെ ആരോ ആയിരുന്നു തോന്നുന്നു. എനിക്കൊന്ന് ഞാൻ മറ്റേ ഫൈനൽ എപ്പിസോഡ് ഞാൻ കുറെ മോസ്റ്റ്ലി ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലൈവ് എടുത്തപ്പോഴും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എബി ഫസ്റ്റ് ആയിട്ട് എനിക്കൊന്ന് വർക്ക് ചെയ്യുന്ന ആ പ്രോജക്റ്റിലായിരുന്നു തോന്നുന്നു. കുറെ സമയം എടുത്തു നമ്മൾ എന്തായാലും, പക്ഷെ ഡീസന്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂവ് ഓൺ ചെയ്യാം. അടുത്ത ആള് ഗോപൻ. ഗോപൻ എന്നാണ് നമ്മളൊക്കെ വിളിക്കുന്നത്, ഗോപകുമാർ. യെസ്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ബദൽഹേം അതെന്നാണ് ഞാൻ ആദ്യമായിട്ട്. ഞാൻ ആക്ച്വലി മ്യൂസിക് പോയിന്റ് മുന്നേ ക്യാമിൽ പഠിച്ചായിരുന്നു, സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചായിരുന്നത് കുറച്ച് 1 year അവിടെ. അതിനുശേഷം പിന്നെ ഇവിടെ ഗുരുവായൂരിക്ക് തന്നെ വന്നു. ഇവിടെ ഗുരുവായൂരാണ് വീട്. ഞാനിപ്പോഴും ഗുരുവായൂരിനാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു അപ്പോൾ ഞാനിവിടെ ഒരു 1 year ആയിട്ട് ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് സ്കിൽ വെച്ച് മാത്രം ഞാനിങ്ങനെ ചെറിയ എന്താ പറയാ, എനിക്കറിയണ കുറച്ച്, ഞാൻ അവിടെ നിന്ന് തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്ഷനൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടും അങ്ങനെയൊക്കെ പഠിച്ചായിരുന്നത്. അപ്പൊ എനിക്ക് വരുന്നവർ ഞാൻ അത് വെച്ചിട്ടായിരുന്നു, എനിക്ക് കംപ്ലീറ്റ് ആയിരുന്നില്ല. എനിക്കറിയായിരുന്നു എന്തോ സംതിങ് മിസ്സിങ് ആണ്, മീൻസ് പ്രൊഡക്ഷൻ സ്കില്ലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതിൻ്റെ ഉള്ളത് ലോജിക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഞാൻ തന്നെ ഇരുന്ന് ചെറിയ ഇവിടെ വരുന്ന ഷോർട്ട് ഫിലിംസും കുറച്ച്. അപ്പോൾ ഞാൻ ആക്ച്വലി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വീക്കായി വരിക ചെയ്യുക, മീൻസ് സ്വന്തമായിട്ട് തന്നെ അതന്നെ ഉള്ള ആ ചെറിയൊരു അറിവ് വെച്ചിട്ട് തന്നെ ഇരുന്ന് ഇങ്ങനെ. അപ്പോൾ നമ്മളത് ഡൗൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തുടങ്ങി. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ താഴേക്ക് വരികയാണ്. വരുന്ന വർക്കിന്റെ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ റിസൾട്ട് ആണെങ്കിലും വരുന്ന വർക്കും അതനുസരിച്ച്. അപ്പോൾ ടൈമിൽ എനിക്ക് കൈൻഡ് ഓഫ് ഡിപ്രസിംഗ് ആയിട്ട് വരികയായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ഒറ്റയ്ക്ക്, ആരുമില്ല, കണക്ഷൻ പോലും ഇല്ല എനിക്ക്. മീൻസ് ആ ടൈമിലായിരുന്നു ഞാനിങ്ങനെ, അന്നേ ഞാൻ ക്യാമറയുള്ളപ്പോൾ തന്നെ സാറിനെ കുറിച്ചിട്ട് അവരൊരു ഇമേജ് ഉണ്ട് എല്ലാവർക്കും, ഒരു കൈൻഡ് ഓഫ് ഒരു ലെജൻഡറി സംഭവം ഉണ്ട്. മീൻസ് ഇങ്ങനെ ഒരു സാറുണ്ട്, അതെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അത് റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത കാരണം കൊണ്ട് മാത്രാണ്. ഞാൻ അല്ലെങ്കിൽ എന്നെ ആരും അറിയില്ല. കൂടെ വർക്ക് പറഞ്ഞാൽ അറിയൂ സാർ. ഇപ്പൊ എന്റെ വർക്ക് കേൾക്കുമ്പോ ഒക്കെ ഇതേപോലെ ഇഷ്ടം എവിടെന്നാ ചെയ്തേക്കണത് സാറിന് ഹിന്ദു സാറിന് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോ ഹിന്ദു സാറിന് സ്റ്റുഡന്റ് വെറുതെ അല്ല, അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടാറുണ്ട്. ഭയങ്കര അഭിമാനമാണ്. കോമൺലി കോമൺലി എല്ലാവർക്കും അഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവും. മ്യൂസിക് നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻസിന്റെ സെഷൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ആക്ച്വലി മനസ്സിലാവും. കാരണം എല്ലാം പ്രോപ്പർലി കളർ കോഡ് ചെയ്ത്. കാരണം ഇപ്പൊ ഞാൻ നമ്മള് മറ്റേ ലൈവ് എടുക്കാനായിട്ട് ആൻഡ്രൂവിന് നമ്മൾ മാസിഡോണിയക്ക് സെഷൻ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ ആൻഡ്രൂ എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ്രൂ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെഷൻസും ഇന്ത്യയുടെ മാപ്പ് അപ്സൈഡ് ഡൗൺ ഇരിക്കണ പോലെ ആയിരിക്കും, പക്ഷെ നമ്മുടെ അവിടെ നിന്ന് വരുന്ന സെഷൻസ് അതാ എന്നോട് പുള്ളി ചോദിച്ചിട്ടുണ്ട് എവിടെ സച്ചിൻ ഇതൊക്കെ ഇതാക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മ്യൂസിക് പോർട്ടിലേക്ക് കണക്ട് ഹെൻറി കുരുവിള എന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ എന്നുള്ള ഒരാളുണ്ടെങ്കിലും അതുകൊണ്ടൊരു വേ ഉണ്ട്, പക്ഷെ ഇല്ലെങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ എങ്ങനെയും ഹെൻറി കുരുവിള വന്നിട്ടുണ്ടാവും, എസ്പെഷ്യലി മ്യൂസീഷ്യൻസിന്റെ ഉള്ളില്. പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ, അപ്പൊ ഈ ഡിസിപ്ലിൻ നമ്മൾ നോക്കും. അങ്ങനെ നിങ്ങളൊക്കെ ആവശ്യത്തിലധികം വഴക്കം കിട്ടിയിട്ടുണ്ടാവും.
ഇല്ലേ? അത്യാവശ്യം നല്ലോണം അന്ന് കുറെ വഴക്ക് കിട്ടിയിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതിന്റെ ഉപകാരം ഇപ്പൊ ഇല്ല, കിട്ടുന്നില്ല. ഞങ്ങൾക്ക് അത്രയധികം ബെരിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സാർ എല്ലാവർക്കും. അതുകൊണ്ടല്ലേ സാർ അത്രയും പണി എടുപ്പിച്ചത്. ഞങ്ങളല്ലെങ്കിൽ വേറെ റൂട്ട് കൂടെ പോയായിരുന്നു ആക്ച്വലി. എനിക്ക് അതേപോലെ സിമിലർ എക്സ്പീരിയൻസ്. ഇങ്ങനെ സ്റ്റുഡിയോസിൽ പോകുമ്പോൾ എന്റെ സെഷൻ കാണുമ്പോൾ ഇതന്നെ എവിടുന്ന പഠിച്ചതെന്ന് പറയുമ്പോൾ ഹെൻറി സാറിന്റെ അടുത്താണ്. വെറുതെ അല്ല, ശരി. ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും എനിക്ക് എപ്പോഴും കിട്ടാറില്ല. അപ്പൊ എനിക്ക് ഇപ്പോ ഹെരാൾഡ് സാറില്ലേ, ഇപ്പൊ ആളുടെ സ്റ്റുഡന്റ്, അപ്പൊ ആളും ഇതേപോലെ തന്നെ എനിക്ക് സ്ട്രിങ് സെഷൻ കാണുമ്പോൾ ചോദിക്കും ഇത് എവിടുന്ന. ഇപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് സ്പെഷ്യൽ കോഡ് എന്തെങ്കിലും വെക്കുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്തായിരുന്നു അന്ന് തന്നെ ആൾക്കാർ. ഇപ്പൊ ഡോൺ ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ആളും ചോദിക്കും, അപ്പൊ ആൾക്കും പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസാ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോ മറ്റേ കോഡ് സീൻ ഭയങ്കര ഫേമസ് അല്ലേ നീ ചെയ്ത വർക്കിന്റെ? അത് ഭയങ്കര അടിപൊളിയാണ്. യൂട്യൂബ് ഞാൻ കണ്ടിരുന്നത്. അത് അതിന്റെ തന്നെ സെപ്പറേറ്റ് ഒരു ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇട്ടുണ്ട്. മോഹൻലാലിന്റെ പവറേ, ആ ഡയലോഗിന്റെ പഞ്ച്, അതെ അതിന്റെ പുറകിലെ ആ മ്യൂസിക് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യും സാധനം. അത് വിഷ്ണുശ്യാം ചേട്ടനാണ് ശരിക്കും അതിന്റെ മൊത്തം ഐഡിയാസ് എനിക്ക് പറഞ്ഞു കേട്ടോ. സെഷൻ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എക്സിക്യൂട്ട് ചെയ്തില്ലേ നീ? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി, അതെ ഭാഗ്യാണ്. ഭയങ്കര ബ്രില്യന്റ് ആയ കമ്പോസറാണ്. ഉറപ്പായിട്ടും പുള്ളി ഒരു രക്ഷയില്ല, ഭയങ്കര ക്വാളിറ്റിയാണ് പുള്ളിയും. എനിക്ക് തോന്നുന്നു ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് തോന്നുന്നു. പെർഫെക്ഷനിസ്റ്റ് ആണ്, അതെ അതെ അതെ. ഞാൻ കുറെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എബി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എബിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ ആളുടെ കുറെ പഠിക്കാൻ പറ്റി. ഇങ്ങനെ സ്ട്രിങ്സ്, പ്രത്യേകിച്ച് ആൾക്ക് സ്ട്രിങ്സിന് ഭയങ്കര ക്രേസ് ആണ്. ഇങ്ങനെ പുതിയ ആള് ഇതേപോലെ തന്നെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഓരോ പുതിയ വരുന്ന അങ്ങനെ പറയും ചെറിയ ചെറിയ കാര്യങ്ങൾ. ഈ വീഡിയോസും എനിക്ക് അയച്ചു തരും. എനിക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അയച്ചാറുണ്ട് ഡെമോസ്. ആള് ചെയ്ത ഡെമോസ് ഒക്കെ എങ്ങനെയുണ്ട് ഗോപ ചോദിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അയക്കാം. അപ്പൊ ഞാനിപ്പോ ഗുരുവായൂരുള്ളപ്പോഴായിരുന്നു സാറിനെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു അങ്ങനെ ആ ഒരു ഓർമ്മയില് ഇങ്ങനെ. അപ്പൊ എന്റെ ഓർമ്മയിലുണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ ഹെൻറി കുരുവിള എന്ന ക്യാമ്പിൽ പഠിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഇതുണ്ട്. ഇവിടെ പ്രൊഡക്ഷനിൽ ഭയങ്കര പുലിയാണ്. ഇങ്ങനെ ടീച്ചറുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗുരുകുല സമ്പ്രദായമാണെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് അന്നേ ഒരു പോകണമെന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അന്ന് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല. ക്യാമ്പിന് ശേഷം എനിക്ക് പ്രൊഡക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ ഈ ഒരു ഡൗൺ ആ ഒരു സ്ലോപ്പ് വന്നപ്പോഴാണ് പിന്നെ എനിക്ക് വേറൊരു രക്ഷയില്ല. വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് പഠിക്കണം, ഇത് പഠിച്ചെടുക്കണം, ഇത് ശരിയാവില്ല. എനിക്ക് മനസ്സിലായി എനിക്ക് മൊത്തത്തിൽ പ്രശ്നമാണ്. ഞാൻ അതേ സമയത്ത് തന്നെ കുറെ കമ്പോസേഴ്സിന് ഇങ്ങനെ ഡെമോസൊക്കെ അയച്ചു കൊടുക്കും. അതേപോലെ റിജക്ട് അടിച്ചായിരുന്നു അവര്. ഗോപം ശരിയായിട്ടില്ല, നമുക്ക് ഒന്നുകൂടിയും സൗണ്ടിങ്ങും എല്ലാം ഒന്ന് ബെറ്റർ ആക്കാനുണ്ട് മ്യൂസിക്കലി. അപ്പോൾ നമുക്കത് ഒരു ഡിപ്രസിങ് ഒരു സ്റ്റേജ് ആയിരുന്നു. ആ ടൈമിലാണ് ഞാൻ സാറിനെ അപ്പം തന്നെ ഒരു രാത്രി മെസ്സേജ് ഒക്കെ ചെയ്തത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ. അന്ന് എനിക്ക് തോന്നുന്നു സാറ് അന്ന് ആ ടൈമിൽ ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു, കൂടി ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ലാസ്റ്റ് അഞ്ചാമത്തെ ആളല്ലേ? അഞ്ചാമത്തെ ആളാണ് ഞാൻ. അത് എനിക്ക് തോന്നുന്നു നമ്മള് അതില് മുന്നത്തെ ബാച്ചായിട്ട് കാന്തല്ലൂർ അങ്ങോട്ട് ഉണ്ടായിരുന്നപ്പോഴാണ് ഗോപൻ വിളിച്ചത്. ജിഷ്ണു ഓർമ്മയുണ്ടോ? എനിക്ക് ജിഷ്ണു നമ്പർ ഇത് പെട്ടെന്ന് വന്നു ഗോപൻ. ഇത് നോക്കുമ്പോ രാവിലെ ഗോപൻ വീണ്ടും മുമ്പിലേക്കിടും. അതെ അതെ പെട്ടെന്നല്ലോ ഒരു 2-3 ദിവസത്തിലെ പരിപാടി സംഭവം. എനിക്ക് പ്രീ കോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതിന്റെ വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. ഗോപൻ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. അതിനനുസരിച്ച് അതിന്റെ ഇരട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഗോപന്. ഞാൻ എനിക്ക് ആക്ച്വലി ജിഷ്ണു ഇൻസ്പിറേഷൻ എന്തൊക്കെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. എനിക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ ടൈമില്. ഞാനും ഷെയർ ചെയ്തായിരുന്നു ജിഷ്ണു ആയിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ആക്ച്വലി ജിഷ്ണു ഒരു ഇൻസ്പിറേഷൻ കേട്ടോ. മീൻസ് എനിക്ക് മനസ്സിലായി ഈ കർണാട്ടിക് എന്താണ് റിലേറ്റീവ് പിച്ചൊക്കെ അവര് ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ഞാൻ അപ്പോൾ സരിഗമ എഴുതി വെച്ച് യൂട്യൂബിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് പെർമ്യൂട്ടേഷൻ ഒക്കെ ചെയ്യില്ലേ, ഒരു സൈറ്റിൽ പോയിട്ട് അങ്ങനെ ഞാൻ കുറെ പെർമ്യൂട്ടേഷൻ ടേബിൾസ് ഒന്നായിട്ട് ഉണ്ടാക്കി വെച്ച് അതിലിരുന്നിട്ട് ഞാൻ പഠിക്കും. മീൻസ് വായോണ്ട് ഇവരോട് ഞാൻ ഓരോ രാഗങ്ങളോട് ചോദിക്കും. ഈ രാഗത്തിൽ ഇപ്പോൾ മേജർ സ്കെയിലിൽ അതിങ്ങനെ ആ സരിഗമ അങ്ങനെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഞാനിങ്ങനെ വായിച്ച് പഠിക്കും രാവിലെ ആകുമ്പോൾ. അപ്പൊ സൗണ്ടിങ് ബെറ്റർ ആക്കണം എങ്ങനെയാണ് ഗോപാന്നുള്ളത് ഞാൻ ഗോപനോട് ചോദിക്കും. അതങ്ങനെ പരസ്പരം ഒരു ധാരണയിൽ അങ്ങനെ ഇപ്പോഴും അത് തന്നെയാണ് സംഭവം. ഗോപൻ ഇടയ്ക്ക് ഏതെങ്കിലും പാട്ടൊക്കെ പാടി വെച്ചിരും.
ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. അതായത് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമ്പോഴേക്കേ ഇപ്പൊ ജോയല് അനുജ് ഭയങ്കര കോമ്പിനേഷൻ ആണല്ലോ. നിങ്ങളുടെ ബാച്ചിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സിങ്ക് ആയിരുന്നു. എല്ലാ ബാച്ചിലും അതെ. സ്റ്റിൽ കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ജോയലിന്റെ കേസ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ജോയലിന്റെ ഭയങ്കര വോക്കൽ അറേഞ്ച്മെന്റും എനിക്ക് അവന്റെ ഇത് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ആക്ച്വലി. കാരണം ഞാൻ ഭയങ്കര കൊറേ ഇതിന്റെ ഒക്കെ മിമിക്രി സൗണ്ടുകളൊക്കെ എപ്പോഴും കിടക്കണ്ടല്ലേ, അന്ന് ടൂർ പോയപ്പോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് റഹ്മാൻ സാറിന്റെ ട്രാക്കിന് നമ്മളെന്തോ കാട്ടുകോഴിയുടെ സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്തു. കാട്ടുകോയില് ഏതാണ്ട് കാട്ടുകോഴിയാ ഏതാണ്ട് സൗണ്ട് കാട്ടുകോഴിയാന്ന്. പിന്നെ അതിന്റെ റെക്കോർഡിങ്, അതിന്റെ ജിങ്കിളിൽ അതിന്റെ റെക്കോർഡിങ് അതിന്റെ ഒക്കെ ചെയ്തിട്ടില്ലേ, തിരിച്ചിടെ അങ്ങനെ അതിന്റെ കഥ പറയണ്ടല്ലോ. അനുജിന്റെ അതിന്റെ ജിങ്കിൾ ഏതാണ്ട് നീ അന്ന് ഏതാണ്ട് ഒരു കഥ പറഞ്ഞില്ലേ, ഏതാണ്ട് തിരിച്ച് വേർഡ് തിരിച്ചിട്ട കാര്യം, അത് ഏത് ജിങ്കിളായിരുന്നു? അത് സുക്തി സുക്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജ്വല്ലറി കമ്പനി മൂപ്പരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ ടൈപ്പ് ഏതാണ്ട് വോയിസ് അങ്ങോട്ട് അല്ലേ, ആഫ്രിക്കനൊക്കെ മലയാളം വേർഡ് തിരിച്ചിട്ട് അങ്ങനെ പാടിയിട്ട് അതൊക്കെ ജോയൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിൻലി സാറിന്റെ മൈക്ക് അസൈൻമെന്റ്സിനകത്ത് നിന്നാണ് ഞാൻ ഈ വോക്കല് വെച്ചിട്ട് എന്റെ ശബ്ദം എനിക്ക് പണ്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ സാറിന്റെ കോഴ്സിന്റെ ഒക്കെ സമയം എത്തിയപ്പോഴാണ് ഈ പല മോഡുലേഷൻസ് എന്തൊക്കെ റേഞ്ചസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പഠിക്കുന്നത്. അപ്പൊ ഈ മൈക്കിന്റെ അസൈൻമെന്റ്സിന് ഒരു പ്രാവശ്യം ഞങ്ങള് എല്ലാവരുടെ മൈക്ക് പാറ്റേൺസിന്റെ ഒരു അസൈൻമെന്റിന് കുറച്ച് ആഫ്രിക്കൻ സാധനങ്ങളൊക്കെ പാടി കുറെ ഒരു ട്രാക്ക് ചെയ്തിട്ട് സാറിന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെ പാറ്റേൺ ആണ് എന്നുള്ളത് അയക്കാൻ മറന്നുപോയി. ട്രാക്ക് മാത്രമായിട്ട് അയച്ച് സജസ്റ്റ് അസൈൻമെന്റ് എന്ന് പറഞ്ഞ് അയച്ചുപോയി. സാറിന് ആദ്യം കേട്ടപ്പോ ഇത് പ്രോഗ്രാമിണ്ടാന്ന് തോന്നിയിട്ട് സാറിന് ആകെ മനസ്സിലായില്ല, കാര്യം പിടിയിട്ടില്ല. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് അത് സാറിന് അത് അങ്ങനെ മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് പറഞ്ഞത്. അത് സാധാരണ എന്തെങ്കിലും ഇത് പാടിയിട്ട് അയക്കല്ല ചെയ്യാ. ഇത് ഞങ്ങള് ഇവിടെ ബേസ് ട്രാപ്പിലൊക്കെ മുട്ടിയിട്ട് അത് കിക്കാക്കി അങ്ങനെ കുറെ ഞാൻ ഓർക്കുന്നുണ്ട്. ജോയലിന്റെ കുറെ പരിപാടികൾ ഓർമ്മയുണ്ട്. നിങ്ങൾ ബൈനോറലിന്റെ വല്ല സാമ്പിളൊക്കെ കിടക്കണ്ട, ബൈനോറൽ റെക്കോർഡിങ് മറ്റേ ചെവിയിൽ വെച്ചിട്ടുള്ള പേര് നമ്മളന്ന് ചെയ്തിരുന്നു. മറ്റേ കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കും. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണത്. ഇപ്പോഴത്തെ ബാച്ചിന്റെ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അത് അവര് ആ ദിവസം ഫുൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അതിന് ഫുൾ ഡിസ്കഷൻ ആയിരുന്നു. എന്നുവെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു 3D സൗണ്ട് കേൾക്കണേ റെക്കോർഡ് ചെയ്തിട്ടേ. ബൈനോറൽ ഡ്രീം, അയ്യോ അത് വേറെ. അമലൊക്കെയായിരുന്നു വോയിസ് കൊടുത്തിരുന്നേ, അഭിനയിച്ചത് കോപൻ, അമല് വോയിസ്. ഗോപൻ എന്തോ പറഞ്ഞു, ഗോപന്റെ കഥ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അവിടുന്ന് റിലേറ്റീവ് പിച്ച് അതാണ് ജിഷ്ണു പറഞ്ഞ ഇൻസ്പിറേഷൻ. ആ ടൈമില് അങ്ങനെ ഞാൻ കുറച്ചത് ഇമ്പ്രൂവ് ആയി. പിന്നെ ഞാൻ കോഴ്സ് ആ ടൈമിൽ ആകുമ്പോ ആ ഗുരുകുലം അത് വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു സംഭവമാണ്, സ്പെഷ്യാലിറ്റിയാണ് മ്യൂസിക് കോർട്ടിന്റെ. അത് വേറെ കിട്ടില്ല, അത് അങ്ങനത്തെ ഒരു സംഭവം. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് എന്താ പറയാ ഒരു അവിടെ ഫാമിലി ആയിട്ട് നമ്മളൊരു ശരിക്കും ഈ കൊറോണ ടൈമിലൊക്കെ ഓർമ്മയുണ്ടോ? കൊറോണ ടൈമിലൊക്കെ എല്ലാവരും ഭയങ്കര പാനിക് ആയിട്ട് നടക്കുമ്പോ ആക്ച്വലി നമുക്ക് അവിടെ ഭയങ്കര ജോലിയായിരുന്നു. നമ്മള് ഇതിനെ ആരും ഇതാക്കല്ല, ബാക്കിയുള്ളവരെ കളിയാക്കൊന്നുമല്ല, പക്ഷെ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതെ അതെ, നിങ്ങളെല്ലാരും ഒരാളും വീട്ടിൽ പോണ്ട, അവിടെ ഇരുന്ന് നമുക്ക് സെറ്റ് ആക്കാം ഫോൺ കോള്. അതെ അതെ, പലർക്കും വീട്ടിലിരുന്ന് അത് 24 മണിക്കൂർ വീട്ടിലിരിക്കുന്നതിന് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരിത്. അത് നമുക്കത് യൂസ്ഡ് ആയി, നമുക്കത് കുഴപ്പമില്ല, നമുക്ക് സിസ്റ്റം ഇതുണ്ടെങ്കിൽ നമ്മളെ ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു ഇതായിട്ട് നമ്മൾ യൂസ്ഡ് ആയിരുന്നു. അത് ആക്ച്വലി ഭയങ്കര നമ്മളത് അറിഞ്ഞില്ല, കൊറോണ ഇത് തീർന്നത് നമ്മൾ അറിഞ്ഞില്ല. അന്ന് ഷിമോനല്ലേ വേണ്ടി പോയേ? അതെ അതെ അതെ, ഷിമോൻ അതന്നെ അതന്നെ. നിങ്ങള് ആ സമയത്ത് മൊത്തം റിവൈസ് ചെയ്ത് ഓഡിയോ ബുക്സ് ഒക്കെ ഫുൾ റിവൈസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഫുൾ ഡിസ്കഷനും മറ്റേ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ബുക്കും ഇമോഷണൽ ഇന്റലിജൻസിന്റെ ബുക്കൊക്കെ.
എന്ന് രാത്രി അതൊന്നും വേറെ എവിടെയും ആക്ച്വലി വേറെ എവിടെയും ആരും ഇങ്ങനത്തെ ബുക്കൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. അത് ഇവിടെ അതൊരു ബ്ലെസ്സിംഗ് ആണ് ആക്ച്വലി. സാർ ഇങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് പ്രൊഡക്ഷൻ മാത്രം പഠിപ്പിച്ചു വിടും, ബാക്കി എല്ലായിടത്തും. അവിടെയാണ് ഡിഫറൻസ്. ഇവിടെ നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ എന്തോ ഒരു ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് ശരിക്കും അതൊക്കെ ഞങ്ങളുടെ ബാച്ച് തുടങ്ങി ശരിക്കും അതിന്റെ ഞങ്ങൾക്ക് പക്ഷെ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ പാരലലി സാറ് പറയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഓർഡർ ഉണ്ടെങ്കിലാണ് നമുക്ക്. ഇപ്പൊ എനിക്കൊക്കെ സെൽഫ് ഡിസിപ്ലിന്റെ കാര്യമൊക്കെ ഞാൻ വളരെ മോശമായിരുന്നു. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മോശമാണ്. ഞാനൊക്കെ ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും പോക്ക നാവിന് കൺട്രോൾ ഇല്ല എപ്പോഴും. നമ്മള് സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ശരിക്കും നമ്മൾ ആ ഒരു ഇമ്പ്രൂവ് ചെയ്ത ആ ഒരു സമയത്താണ് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിനൊന്നും ഈ ലൈഫ് സ്കിൽസിന്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവം കിട്ടിയിട്ടുള്ളത് സാറിന്റെ കൂടുതൽ അവിടെ കുറെ കാര്യങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ബാച്ച് 17 ആ കൊറോണ അതൊക്കെ ഓരോ കാരണങ്ങളാണ്, റീസൺ ആണ്. നിങ്ങളെ സ്റ്റുഡിയോ ബിൽഡ് ചെയ്യാനും അക്കോസ്റ്റിക്സ് ഒക്കെ ചെയ്ത് ശരിക്കും ഫാമിലി പോലെ തന്നെയായിരുന്നു ആ ടൈം. അതിന്റെ മെയിൻ ആള് എവിടെ ഇരിക്കേണ്ട അടുത്ത് ഇപ്പൊ അമല് പറയും അതിന്റെ കാര്യങ്ങളൊക്കെ. അതെ സ്റ്റുഡിയോ കാര്യങ്ങളും, അതെ സ്റ്റുഡിയോ മരാമത്ത് പരിപാടികള്, പെയിന്റ് അടി വരെ. അതെ ജോയലിനൊക്കെ ഓർമ്മയുണ്ടാ പെയിന്റ് അടി? അതൊന്നും മറക്കാൻ പറ്റില്ല. അത് അവസാനത്തെ സമയമായിരുന്നു അത്. ഞാൻ ഇതേപോലെ പാനൽ മേടിച്ച് വെക്കുന്ന സമയത്ത് പാനലില് അതിങ്ങനെ ചെയ്താൽ അങ്ങനെയല്ല, ജസ്റ്റ് അറിയില്ല അതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അമല് പറഞ്ഞു. അടുത്ത ബാച്ച് ഞങ്ങളുടെ പെയിന്റ് അടിക്ക് ശേഷം അങ്ങനെ ആയിരുന്നു. അഖിലീസ് പ്രധാന വ്യക്തിയായിരുന്നു, പറന്നടിച്ചോണ്ടിരുന്ന എക്കോസ്റ്റിക്സ് ഒക്കെ കുറെ ചെയ്തു. നമ്മള് പാനല് റോക്കുകളൊക്കെ വാങ്ങിച്ച് അത് ഈ ബാച്ച് 21 ഉണ്ടായിരുന്നപ്പോഴായിരുന്നു. ഇപ്പൊ എന്റെ സ്റ്റുഡിയോ തന്നെ സാറിന്റെ ഒരു ഇതാണ് ഈ കാണുന്നല്ല, അവിടുത്തെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ബിൽഡ് ചെയ്താണ്. അതെ ഗോവന്റെ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് മുഴുവൻ ഇവിടുന്ന് ഇറങ്ങിയ പിന്നെയാ പുള്ളി അവിടെ ഗുരുവായൂർ വലിയ ഹോളാണ് അത് ഗോവന്റെ. അത് അത്യാവശ്യം അത് എത്ര അടി ഉണ്ടടാ? ഒരു 30-25 അടി ഉണ്ട്. 7 മീറ്റർ 22 എത്ര 7 അടി 4 മീറ്റർ 22 മീറ്റർ. അത് നല്ല വലിപ്പമില്ല തിയേറ്ററിന്റെ ഫീറ്റ് 7 മീറ്റർ 22 ഫീറ്റ്. ഓക്കെ അത്യാവശ്യം ഹോളാണ്, വലിയ ഹോളാ. അപ്പൊ ഇത് ആക്ച്വലി അവിടെ വരണാക്കുമ്പോ ഉണ്ടായിരുന്നതാ. ഇത് ആക്ച്വലി മുന്നേ 2 ഇങ്ങനെ ഞാന് സുഖമായിട്ട് അറ്റ്മോസ് ആക്കാം അവിടെ, അടിപൊളിയാക്കാം. അതെ അതെ അറ്റ്മോസ്ഫിയറുള്ള രീതിയിലാണ് ഞാൻ ആ രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത് തന്നെ. നീളം എല്ലാം മുകളിലേക്കുള്ള നീളം ഹൈറ്റ് ഒക്കെ ഹൈറ്റ് എത്രയുണ്ട്? ഹൈറ്റ് എത്ര വരുന്നത്? 10 ഫീറ്റ് തന്നെയാ അല്ലെങ്കിൽ കൂടുതലുണ്ടോ? 10 ഫീറ്റ് മുകളിലുണ്ട്, 12 ഫീറ്റ് എന്തോ ഉണ്ട്. ഓ നൈസ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പിന്നെ സുഖമായിട്ട് അതെ സാറിനോട് അല്ല ഇത് ഉണ്ടാക്കുമ്പോൾ സാറിനോട് ഡിസ്കസ് ചെയ്തായിരുന്നു കാര്യങ്ങളെല്ലാം, ഹൈറ്റിന്റെ കാര്യത്തിനൊക്കെ അറ്റ്മോസിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ. അതിനനുസരിച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഗോവൻ മ്യൂസിക് പോർട്ടിന്റെ ഒരു ടെക്നിക്കൽ ഒരു എക്സ്പേർട്ട് ആയിരുന്നു സത്യം പറഞ്ഞ അല്ലേ? ഗുരുകളില് ഒരാളാണ് ഗോവൻ. പെട്ടി തുറന്ന ഒരു പുതിയ സാധനം എടുത്തുകൊണ്ടും സാർ എന്റെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫുൾ ഗാഡ്ജറ്റ്സും പരിപാടികളായിരുന്നു. 640 ലെവിറ്റ് ഇപ്പോഴും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യല്ലേ നമ്മള്. എന്നിട്ട് മറ്റേ XY ഒക്കെ എടുത്ത് ഓർമ്മയുണ്ടാ? സ്റ്റീരിയോ ഔട്ട്പുട്ട് ഒക്കെ കൊടുത്ത് അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഞാൻ അടുത്ത അമൽ നീ പറഞ്ഞു അല്ല ഗോപൻ എന്തോ പറഞ്ഞത് തീർന്നില്ല എന്നാണ്. അത് തീർത്തിട്ട് അല്ല എനിക്ക് പിന്നെ ഇവിടെ തന്നെ ഇപ്പൊ ഈ ഒരു 1 ഇയറിൽ ഉണ്ടായ അനുഭവത്തിൽ തന്നെ ഫുൾ എക്സ്പീരിയൻസ് എനിക്ക് മ്യൂസിക് ഡിസിപ്ലിനുള്ള കാരണം തന്നെ എനിക്കിപ്പോ വേറെ അങ്ങനെ അവസരങ്ങൾ കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പോൾ ഡോണിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നാറുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ. കാരണം അവിടെയും അത്രയും ഞാൻ എന്നും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കറക്റ്റ് സമയത്തിൽ എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര എളുപ്പമായി. ഇപ്പൊ സാറിന് ഇപ്പം വർക്ക് ചെയ്ത് കറക്റ്റ് അപ്ഡേറ്റ് കൊടുക്കല്, അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം. അതെ നിങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ എഫേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമായിരിക്കും. അതെ അത് തന്നെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ അപ്ഡേറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഡൗണിനൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് സത്യം പറഞ്ഞ. ഒരു അവർക്ക് അയച്ചു കൊടുക്കുക, നമ്മൾ പറയുന്നത് ഇന്ന വർക്കാണ്, അങ്ങനൊന്നും
നമ്മള് ഉം. ഇതൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമായി. ഇപ്പൊ ദിബു ആളിപ്പോ വർക്ക് ചെയ്യുമ്പോൾ ആള് മെൻഷൻ ചെയ്യാറുണ്ട്, ഇങ്ങനൊന്നും ആരും ചെയ്യാറില്ല Communication ഗോപ എന്ന് skills. പറയാറുണ്ട്. ഉം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഇതൊക്കെ ഞാൻ അറിയാതെ ചെയ്യുന്നതാ. അപ്പൊ അവര് പറയുമ്പോഴേ ഞാൻ മനസ്സിലാവണേ ഇത് സാറിന്റെ അടുത്ത് നിന്നാണ് ഞാൻ പഠിച്ചതല്ലോ. ഉം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അത് നമ്മൾ സാറ് പ്രത്യേകിച്ച് അതിന് ഊന്നി നമ്മൾ ചെയ്യിപ്പിച്ചായിരുന്നു. നമ്മളുടെ അപ്ഡേറ്റ് ഗ്രൂപ്പിൽ ഇപ്പോൾ അസൈൻമെന്റ്സ് ഇടുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ അപ്ഡേറ്റ് വേണം കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്തുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ അൺകോൺഷ്യസ് ആയി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് അവർ മെൻഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും സാറിന്. അപ്പോൾ ഞാൻ ഓർക്കും നമ്മള് ഉം. ഇത്രയും. അപ്പൊ എനിക്ക് ഭയങ്കര ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ടാക്കി തോന്നിയുള്ളത്. ഉം. അപ്പോൾ അതുപോലെ ഇതുപോലെ ഞാൻ പറഞ്ഞു വേറെ ആൾക്കാർ എന്നെ കുറിച്ച് എങ്ങനെ വേർഡ് സ്പ്രെഡ് ആയിട്ട് തന്നെ ചെറുതായിട്ട് ഇപ്പൊ ദിബുവിന്റെ ഫ്രണ്ട്സ് അങ്ങനെ എനിക്ക് ഇപ്പൊ ദിബുവിനെ കിട്ടുന്ന തന്നെ ഡോന്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോഴാണ് അവിടുത്തെ എഞ്ചിനീയർ എന്റെ വർക്ക് കണ്ടിട്ടും കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് റെക്കമെൻഡ് ചെയ്യണത് ദിബു ചേട്ടനെ. ഉം. അപ്പോൾ അതുപോലെ വിഷ്ണു ശ്യാമ എല്ലാവരും എനിക്കിങ്ങനെ ഷിമോൻ വഴി ആണ് കിട്ടിയത്. അപ്പോൾ ഞാന് റഹ്മാൻ സാറിന്റെ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോ നമ്മുടെ ശ്രീധർ സാറുണ്ടല്ലോ, എച്ച് ശ്രീധർ, പുള്ളിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോ മൈക്കിന്റെ പൊസിഷൻ ഏത് മൈക്ക് ഏത് ചാനലാണ് കൃത്യമായിട്ട് നമ്മൾ പേപ്പറിൽ എഴുതി പുള്ളിക്ക് കൊടുക്കണം. പുള്ളിയാണ് റെക്കോർഡിംഗ് എഞ്ചിനീയർ ആയിരുന്നപ്പോ. അപ്പൊ വെറുതെ പറഞ്ഞാലൊന്നും പോരാ, പേപ്പറിൽ കറക്റ്റ് എഴുതി വരച്ചൊക്കെ കൊടുക്കണം. അത്ര പുള്ളി ഓൾഡ് സ്കൂളാണല്ലോ, എന്നെക്കാളും പഴയ ജനറേഷൻ അല്ലേ. അപ്പോ അങ്ങനത്തെ കുറെ ഡിസിപ്ലിൻ ഒക്കെ അവിടുന്ന് പഠിച്ചു. മ്യൂസിക് പോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അത് ആ ഒരു ഗുണമുണ്ട്, ലൈഫ് സ്കിൽസും ആ ഒരു മാനേജിങ് അല്ല, സ്കിൽസ് സത്യം പറഞ്ഞാൽ ഒക്കെ ഒരു ഭാഗമുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് തുടങ്ങുന്ന സമയത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ശരിക്കും നമ്മുടെ വ്യത്യാസം സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആ സമയത്ത് സാറ് പറയുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബ്രെയിൻ മൊത്തം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും ആ സമയത്ത് അറിയണമെന്നില്ല. അപ്പൊ ചില കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് പ്രാക്ടിക്കലി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് ഇത്ര വ്യത്യാസം വന്നോ, പേഴ്സണാലിറ്റി കിടക്കുന്നത് കംപ്ലീറ്റ്ലി മാറിയല്ലോ എന്നൊരു ഫീല് പുറത്തേക്ക് റിഫ്ലക്ട് ആവുന്ന സമയത്താണ് അവരുടെ അടുത്തുനിന്നുള്ള റെസ്പോൺസ് എന്നാണ് കൂടുതലും ഫീൽ ചെയ്തിട്ടുള്ളത്. അത് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം. ഞാൻ ഒരുപാട് ബാച്ചുകാരുടെ അടുത്ത് ഞാൻ പല ആൾക്കാരെ നമ്മുടെ മ്യൂസിക് പോർട്ടിലെ തന്നെ പല പിള്ളേർ പഠിച്ചിറങ്ങുന്ന ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുമ്പോഴും അവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം സാറിന്റെ അവിടെ നിന്ന് വരുന്ന ഒരു ഫോർമാറ്റിന്റെ ഒരു ബേസ് നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും. ചിലപ്പോ നമ്മൾ അറിയണ്ടല്ലോ, അവര് പറയുമ്പോഴും നമ്മൾ മനസ്സിലാവുക അങ്ങനെ മാറിയുണ്ടോ. അല്ലെങ്കിൽ നിങ്ങളെ കോഴ്സിന് മുമ്പ് അറിഞ്ഞിരുന്ന ഒരാളും കോഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് വലിയൊരു വ്യത്യാസം മനസ്സിലാവുക. അതെ, നമ്മള് അത് ഇത്രേ ഉള്ളൂ. ഞാൻ ഈ നാട്ടിലത് എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്ന് തുടങ്ങാൻ പാടില്ലെന്ന് പലരും ചോദിക്കും. ഇവിടെ നിങ്ങൾ നിന്ന് ഇതിനു വേണ്ടി വന്ന് ഹാർഡ് വർക്ക് ചെയ്യണ പോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നു പോകുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇല്ല സാർ, ഒരിക്കലും ഡിസ്ട്രാക്ഷൻസ് ഭയങ്കരമായിരുന്നു അവിടെ നാട്ടിലായിരുന്നെങ്കിൽ. അതെ 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 അതെ. അമല് ഓക്കെ. അപ്പൊ അമലെ എന്റെ അനുഭവങ്ങള്. ഹലോ നമസ്കാരം. എന്താ പറയാ, നമസ്കാരം. അറിഞ്ഞത് എനിക്ക് ഞാൻ ഡിഗ്രി ചേതനയിലാണ് പഠിച്ചത്, ഫിലിം പ്രൊഡക്ഷനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മ്യൂസിക് അല്ല, ഫിലിം പ്രൊഡക്ഷൻ. അപ്പൊ എനിക്ക് ഇത് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നാണ് പറയാ, സൗണ്ട് എഞ്ചിനീയറിംഗ് ആണോ അതുപോലെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോ എന്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് കൂടി ഒരു 40 സെക്കൻഡ് ഒരു ചുമ്മാ ഞങ്ങളുടെ ഒരു സൗണ്ട് പഠിപ്പിക്കുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു, വളരെ ചെറുപ്പം പുള്ളി ഉണ്ടായി. പുള്ളിയുടെ അടുത്ത് വെറുതെ ഒന്ന് ചോദിക്കാൻ ചെന്നതാ. ഞാൻ അങ്ങനെ കെവിൻ എന്നാണ്, ജോയൽ ചേട്ടൻ അറിയാം, കെവിൻ എന്നാണ് പുള്ളിയുടെ പേര്. അതെ അതെ. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാനായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എവിടേക്കാ പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഞാൻ പലയിടത്ത് നോക്കുകയാണ്, ബാംഗ്ലൂർ എവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, എടാ അതൊന്നും വേണ്ട, ഞാൻ ഒരു പുള്ളിയുടെ നമ്പർ അയക്കാം, ഒരു സാറുണ്ട്, കുറച്ച് പിള്ളേരെ എടുക്കുള്ളൂ കേട്ടോ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞു, ഞാൻ വിട്ടു. വൈകുന്നേരം ഇപ്പോൾ ആള് നമ്പർ അയച്ചു, ഞാൻ അങ്ങനെ വെച്ചു. പിന്നെ ഒരു സമയത്തിപ്പോൾ ഞാൻ ജോയൽ ചേട്ടൻ്റെ നമ്പർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇപ്പോൾ ജോയൽ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ ജിഷ്ണുവിൻ്റെ നമ്പർ വന്നു. എന്നിട്ട് ഞാനിങ്ങനെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിലിത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഫിലിം പ്രൊഡക്ഷൻ പഠിക്കാൻ സമ്മതിച്ചതിൻ്റെ വലിയ കാര്യമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മ്യൂസിക് പ്രൊഡക്ഷന് പോവുക, അതിന് വേറെ ചിലവ്. അപ്പം എൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ടല്ലോ HP-യുടെ, അത് മതിയല്ലോ എന്നാണ് എൻ്റെ വിചാരം. അപ്പൊ അവിടെ പോയിട്ട് ജിഷ്ണുട്ടാ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അത് കുറച്ചധികം സംഭവം ഉള്ളത് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം ഒരു സ്റ്റുഡിയോയിൽ പോയി, വേറൊരു സംഭവം ഫ്രണ്ടിന്റെ സംഭവം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അങ്ങനെ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആണോ, അപ്പോൾ എവിടെയാണ് പഠിക്കാൻ പോണേ? ഞാൻ സാറിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പുള്ളിയുടെ പേര് ഹെൻറി കുരുവിളി ചോദിച്ചു ഇങ്ങോട്ട്. ഞാൻ അറിയോ? എടാ ആള് നീ വിചാരിക്കണ സംഭവമല്ല, അവിടെ അഡ്മിഷൻ കിട്ടി വെച്ചു. ഞാൻ അങ്ങനെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൂടി എങ്ങനെ പ്രീ കോഴ്സും കാര്യങ്ങളൊക്കെ
അവിടെ നീ പറ്റാച്ച പോടാ, അവിടെ അധികം പേർക്ക് നിനക്ക് എളുപ്പത്തിൽ കിട്ടൂല എന്ന് പറഞ്ഞു. പുള്ളി റഹ്മാൻ സാറിനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയുന്നത്, എനിക്ക് അറിയേണ്ടായിരുന്നില്ല. ഞാൻ അതെ. പിന്നെ ഞാൻ സാറിനെ കാണുമ്പോൾ ഓക്കെ, ഞാൻ സാറിനെയും എന്താ പറയാ, എന്റെ മനസ്സിൽ വേറെ രൂപമായിരുന്നു സാറിന്, കുറെ താടിയൊക്കെ വെച്ച്. അല്ല, ഞാൻ ആക്ച്വലി സാറിനെ കാണാൻ വേണ്ടി ഒന്ന് സാർ കയറുന്നപ്പോ എനിക്ക് മനസ്സിലായില്ല സാറാണ്. ഞാൻ അതിലൊരുള്ള ഒരാളായിരിക്കും, അടുത്തുള്ള ഒരാളായിരിക്കും വിചാരിച്ചു. അടുത്ത മീറ്റിങ്ങിന് ഞാന് ഒരു വെപ്പ് താടി ആലോചിച്ചാലൊന്നും എനിക്ക് അല്ല, ഈ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോ ഒരു സ്വാഗ് ഒരു ഇതൊക്കെ ഉണ്ടാവില്ല. ഞാൻ കണ്ടപ്പോ വളരെ ലളിതമായ ഒരു മനുഷ്യൻ, സാധാരണ സാറിന് ഒരു റെഡ് കളി ഷർട്ട് ഇട്ടിട്ട് വരുന്നു. അപ്പൊ ഞാനാകെ അന്തം വിട്ടുപോയി. പിന്നെയാണ് അവിടെ ആക്ച്വലി അന്ന് എമ്മിലൊക്കെ ഉണ്ടായിരുന്നു. എമ്മിലാണ് സാറിന്റെ കാര്യങ്ങളും കോഴ്സിന്റെ കാര്യങ്ങളും. പിന്നെ ജിഷ്ണ ഇതേ നീ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്നെ ഗോപിസുന്ദറിനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്തിരുന്നു കുറെ കാലം മുന്നിട്ടാ, 2006 അപ്പൊ പുള്ളി ഇതന്നെയാ പറഞ്ഞു, ഹെൻറി കുരുവിളാന്നൊക്കെ വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ച വലിയ ഏതോ ഒരു മനുഷ്യനാണത്. ഞാൻ അന്ന് കണ്ടിഞ്ഞ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ പോലെ ഇരുന്നേ അന്ന്. സാറ് ഭയങ്കര യങ്ങാണ് കാണുമ്പോ. ഞാൻ പെട്ടെന്തോ ഇത്ര യൂത്ത് ആണല്ലേ സാറ് എന്നൊക്കെ ഉള്ളൊരു സംഭവം. 50 വയസ്സായിട്ടുള്ളൂ, കുഴപ്പമില്ല സാറ് പുറത്ത് പറയണ്ട. അങ്ങനെ നമ്മുടെ കോഴ്സ് തുടങ്ങി അടിപൊളിയായി പോയി. പിന്നെയാണ് കൊറോണ ടൈമിൽ ആക്ച്വലി ഞങ്ങളുടെ ബാച്ചായിരുന്നു തോന്നുന്നു 1.25 വർഷം ഉണ്ടായിരുന്നു ടോട്ടൽ ഡ്യൂറേഷൻ മൊത്തം കഴിയാൻ. അതെ, ഈ കൊറോണയ്ക്ക് അടക്കം. നിങ്ങളുടെയാണ് ഏറ്റവും ലക്കിയസ്റ്റ് ബാച്ച് 17. സത്യമായിട്ടും ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ബാച്ച് 16 കൂടെ ഞങ്ങൾ നല്ല കോംബോ ആയിരുന്നു. ഞങ്ങളുടെ വൻ സംഭവമായിരുന്നു. കാരണം കുറെ സിറ്റുവേഷൻസിലൂടെ അടിപൊളി. പുള്ളി ശ്യാമായിരുന്നു മെയിൻ കുക്ക്, ഓർമ്മയുണ്ടാ കൊറോണ ടൈമിലല്ലേ? അതെ. പിന്നെ മരാമത്തിന്റെ നീയും നമ്മുടെ ഡേവിഡ് മൂത്താശ്ശേരി. അങ്ങനെ കുറെ കലാപരിപാടികൾ സാറിന്റെ കൂടെ കൂടാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും കേട്ടോ, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി വേറൊരു വേൾഡ് ആണെന്ന് അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, റിയലൈസ് ചെയ്ത്. പിന്നെ എനിക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫാസ്റ്റ് ആവാൻ പറ്റിയായിരുന്നു കുറച്ചുകൂടെ. നമ്മൾ സാറ് ഇപ്പോൾ ഞാൻ ചില ഇന്റർവ്യൂസിൽ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ പറയണ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന് 5 മണിക്കൂറോളം വർക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ 5 മണിക്കൂറോ, നമ്മളിവിടെ 14-17 മണിക്കൂറോളൊക്കെ വർക്ക് സാറ് പ്രാക്ടീസ് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കതൊരു സമയമല്ല. അതേപോലെ സ്റ്റുഡിയോയിൽ പോയി വർക്ക് ചെയ്യുമ്പോഴും എന്താ പറയാ, നമുക്കൊരു ദിവസം ഇത്ര നേരം വർക്ക് ചെയ്താൽ അതൊരു വിഷയം, നമ്മൾ യൂസ്ഡ് ആണ്. അതെല്ലാവർക്കും സ്റ്റുഡിയോ പോയി വർക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവർ പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ വലിയൊരു അപ്രീസിയേഷനാണ്. ഞാൻ ജീവി സാറിൻ്റെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവരെപ്പോഴും ടൈമിങ്ങിന്റെ കാര്യം സൂപ്പറാണെന്ന് പറയും എപ്പോഴും. എവിടെ തുടങ്ങണം പറഞ്ഞില്ലേ, ഋതം ഒരു രക്ഷയില്ലാന്ന് നിന്നിട്ട് അടിപൊളിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു ഡെമോ ഏതാണ്ട് ഒരു സാധനം ഇട്ടിട്ട് ഋതം നല്ല ലൈവ് പോലെ തന്നെ ഇരുന്ന സാധനം അടിപൊളിയായിരുന്നു. അപ്പൊ അവരത് പറഞ്ഞേ, എവിടെ തുടങ്ങണം എവിടെ എൻഡ് ചെയ്യണമെന്ന് നല്ല ഐഡിയ ഉണ്ട്. ആക്ച്വലി എല്ലാവരും അതിലാണ് മ്യൂസിക് ചെയ്താൽ എല്ലാവരും അതിലാണ് സ്വതപ്പെന്ന് പറഞ്ഞു. അതും പോരായിട്ട് ഒരു ദിവസം പ്രോഗ്രാമേഴ്സ് ഇരിക്കുമ്പോ എന്നെ ചൂണ്ടിയാൻ ചോദിച്ചു, ഹീസ് വെരി ഗുഡ് ഇൻ ടൈമിങ്, പ്ലീസ് ലേൺ ഫ്രം ഹിം എന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോ ഞാൻ ഓ മൈ ഗോഡ് സാർ, ഞാൻ ശരിക്കും സ്മരിച്ചു. നീ ജീവിയുടെ കൂടെ എന്നാ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ എത്ര നാളായി? ഇപ്പൊ ഒരു 6 പ്രൊജക്ട് എത്ര പ്രൊജക്റ്റ് ആയിപ്പോ? ഇല്ല, ആക്ച്വലി 3 ഫിലിംസ് പിന്നെ ഒരു സോങ് ഇതൊക്കെയാണ്. അതെ അതെ, 2-3 കൊല്ലല്ലേ? 2-3 ഒന്നരല്ലേ ഉള്ളൂ സാർ, 1.5 കൊല്ലായിട്ടുള്ളൂ. അതെ അതെ. പിന്നെ വേറെയും എന്റേതായ വർക്കുകൾ, പിന്നെ രഘുനന്ദൻ സാറിന്റെ വർക്ക്സ്, ഷാൻ റഹ്മാൻ സാറിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പില്. കുറെ മെമ്മറീസ് ആണ് കേട്ടോ, ഒരുപാട് മെമ്മറീസ് ആണ് എനിക്ക്. എൻ്റെ അതിന് മുമ്പുള്ള ലൈഫും ഇതും വെച്ച് നോക്കുമ്പോൾ എനിക്കത് കിട്ടിയത് വലിയ ആ ഒരു 40 സെക്കൻഡ്സ് ഞാൻ പുള്ളിയോട് സംസാരിച്ചതാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ മാറിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി പഠിച്ച് ഏതെങ്കിലും രീതിയിൽ പോയി ബെസ്റ്റ് നല്ലൊരു സർക്കിളിനുള്ളിൽ വന്ന് പെടാൻ പറ്റും, നല്ല ടീമിന്റെ ഉള്ളിൽ വന്ന് പെടാൻ പറ്റി സ്റ്റുഡൻസ് ആയാലും കേട്ടോ. അതെന്നെ സജസ്റ്റ് ചെയ്തു ഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടല്ലേ, മറ്റേ ബ്ലൈൻഡ് ആയിട്ടുള്ള ആ പുള്ളിയല്ലേ ഗിരീഷ്? ഗിരീഷ് ചേട്ടനാണ് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അതെ, ഗിറ്റാറൊക്കെ അയ്യോ ഭയങ്കര ആർട്ടിസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല.
ഭയങ്കര സോൾഫുൾ അവരുടെ പാട്ട്. സോൾഫുൾ ഭയങ്കര സോൾഫുള്ളാ. ഉള്ളീന്ന് വരാന്നൊക്കെ പറഞ്ഞു. അതെ അതായത് നമ്മള് ഈ പലതും കണ്ട് ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആയിട്ട് പുള്ളി എന്ന് പറഞ്ഞാൽ അകത്ത് മ്യൂസിക് അകത്തുണ്ടല്ലോ, അതിങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയാ ഷൈൻ ചെയ്യും പുറത്തേക്ക്. ഇമോഷണലി പുറത്തോട്ട് ഗിറ്റാറും വായിച്ച് അടിപൊളിയാണ്. എന്താ പറഞ്ഞേ? ജോയൽ ജോൺസ് പറയുന്ന ഇന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സാറിന് അത് മാത്രമായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് പോസ്റ്റും ചെയ്യാം. സാറിന്റെ ഇഷ്ടമാണ്. അത് സെപ്പറേറ്റ് 30 സെക്കൻഡിന് ഷോർട്ട് റീൽസ് ഇതിനെ പറ്റി ജോയൽ ജോൺസ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മ്യൂസിക് പോർട്ടിൽ വരണതിന് മുമ്പ് ജോയൽ ജോൺസ് ചെയ്തിരുന്നത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പോ ഇന്നത്തെ മീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും ഹാപ്പി അല്ലേ? നമ്മള് കുറെ ഫൺ സെഷൻ. അപ്പൊ നിങ്ങള് ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയോ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ കുറെ പഴയ ചരിത്രവും പറഞ്ഞു. നല്ല ഫൺ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഹാപ്പനിങ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ ബാച്ച് 26 റണ്ണിങ് ആണ്. എനിവേ, അപ്പോൾ നിങ്ങൾ കണ്ട എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു. ഇത്ര നേരം കണ്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് കണ്ടതിന്. അപ്പോൾ ഇനിയും ഒരുപാട് ടാലൻസ് ഡിസ്പ്ലേ ചെയ്യാനുണ്ട്. അപ്പോൾ വേറെ സെറ്റ് ഓഫ് മ്യൂസിക് പോർട്ട് സ്റ്റുഡൻസ് ആയിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത മീറ്റിങ്ങിന് വരിക. അപ്പോൾ അവരെല്ലാം നമുക്ക് ഇനിയും പരിചയപ്പെടാം. ഓക്കെ, പിന്നെ നിങ്ങൾ മ്യൂസിക് പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഇൻഫോയിലിട്ടേക്കാം. പിന്നെ ഈ മ്യൂസീഷ്യൻസിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഷെയർ ചെയ്തേക്കാം. ഓക്കെ, പിന്നെ നമ്മളിത് ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. മെയിൻലി നമുക്കിപ്പോൾ വർക്ക് ചെയ്തതിന് ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അവർക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനും കൂടിയിട്ടുള്ളൊരു വേദിയാണിത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നമസ്കാരം. ഓക്കെ, പിന്നെ കാണാം. ഗുഡ് നൈറ്റ്. ബൈ. See you guys. സച്ചിൻ ചേട്ടൻ പോയിട്ടില്ല. ഞാൻ പോയില്ല. എൻ്റെ ബ്ലൂടൂത്തിന്റെ ചാർജ് കുറച്ച് തീരാറായതുകൊണ്ടാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തത് പെട്ടെന്ന്.